സ്റ്റാർട്ട് ആളുകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവരുടെ ടൈമിനാണ് ആദ്യം റെസ്പെക്ട് ചെയ്യാനുള്ള ആദ്യം ജോയിൻ ചെയ്ത ആളുടെ ടൈം മുതൽ അത്രയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യണം. ഇതിൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം എൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും. വി ആർ റെഡി ടു വെൽക്കം യു. ആരെങ്കിലും പുതിയ ആൾക്കാർ ഫസ്റ്റ് ടൈമാണ് ഉബണ്ടുവിലേക്ക് വരുന്നതെങ്കിൽ പ്ലീസ് introduce or say hi to us or share yourself about yourself something. ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ ഉള്ളവരായിരിക്കും. ഓക്കെ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ കോഴിക്കോടാണ്. ഞാൻ ഇന്നലത്തെ പ്രോഗ്രാമിനകത്ത് കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു 1/4 മണിക്കൂർ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നിപ്പം ടൈമിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇംഗ്ലീഷ് ട്രെയിനറാണ്. MBA എൻട്രൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കാറ്റ് എക്സാം, മാറ്റ് എക്സാമിൻ്റെ ഒക്കെ. ഓക്കെ, താങ്ക് യു സർ ആൻഡ് വെൽക്കം ടു ദിസ് വണ്ടർഫുൾ ഗ്രൂപ്പ് ഉബണ്ടു. ഇതൊരു ലോങ് ടൈം നമുക്ക് ഒരുമിച്ച് ലോങ് ടൈം ഒരു ജേർണി നടത്താനുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്, ഒരു ഇടമാണ്. എല്ലാ ഞായറാഴ്ചയും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. താങ്ക് യു. സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. Close your eyes. Take a deep breath in. Breathe in deeply. Breathe out smoothly. Once again, take a deep breath in and breathe out. ഒരിക്കൽ കൂടി long breathe in. Slowly breathe out. ശരീരവും മനസ്സും ആത്മാവും റിലാക്സ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുക. റിലാക്സേഷന് വേണ്ടി ആഗ്രഹിക്കുക. ബോഡി റിലാക്സ് ചെയ്യട്ടെ. ഫ്രം ബോട്ടം ടു ടോപ്പ് ബോഡി റിലാക്സ് ചെയ്യട്ടെ. മനസ്സ് ശാന്തമാകട്ടെ. കൂടുതൽ കോൺഷ്യസ് ആവട്ടെ. ഇനി വരുന്ന ഓരോ നിമിഷങ്ങളും പവർഫുൾ കോൺഷ്യസ് ആയിരിക്കാൻ പ്രിപ്പയർ ചെയ്യാം. വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിൽ മനോഹരമായൊരു പ്രഭാതം, സൺറൈസ് കാണാം. വൃക്ഷങ്ങളുടെ ഇടയിലൂടെ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യരശ്മികൾ നമ്മളിലേക്ക് വരുന്നതായിട്ട് ആ സൺറൈസിൻ്റെ ബ്യൂട്ടി ആവോളം ആസ്വദിക്കുന്ന ഒരു കൊച്ചു കുട്ടിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണാം. സന്തോഷം, എനർജി, സമാധാനം, ക്യൂരിയോസിറ്റി, സർപ്രൈസ്, ജോയ്, ഇതെല്ലാം നമ്മൾ അനുഭവിക്കാം. ഇനി നിങ്ങളുടെ മൈൻഡിലേക്ക് ഭംഗിയുള്ളൊരു പൂവ്, ഓരോ പെറ്റൽസും സാവകാശം വിരിഞ്ഞു വരുന്നത് പോലെ ഓരോ ഇതളുകളും വിരിയുന്നത് നിങ്ങൾക്ക് കാണാം. 1 by 1, ലെയർ ബൈ ലെയർ ഓരോ ഇതളുകളും വിരിയുന്നത് കാണാം. എന്ത് ഭംഗിയാണ്. കീപ് ദാറ്റ് ഇമേജ് ഇൻ യുവർ മൈൻഡ്. Keep that image in your mind. Relax once again and be a receiving mode. Yes, you are ready to receive. You are open now. All portals ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അറിയുക. സ്നേഹത്തിൻ്റെ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ, പീസിൻ്റെ, ജോയിയുടെ, എക്സൈറ്റ്മെൻറ്റിൻ്റെ, ക്യൂരിയോസിറ്റിയുടെ, അബൻഡൻസിൻ്റെ, പ്രോസ്പിരിറ്റിയുടെ ഒക്കെ പോർട്ടൽസ് ഓപ്പൺ ആയിരിക്കുന്നത് അറിയുക. യെസ്, മെൻ്റലി പറയാം, ഐ ആം റെഡി ടു റിസീവ്. I am ready to receive. I am ready to receive. Thank you so much. As and when you're ready, slowly open your eyes.
താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വിഷ്വലൈസേഷൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഇമേജസ് കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യു വിൽ ഗെറ്റ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സോ ദിസ് ഈസ് ഓൾസോ എ റിച്വൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് ടോപ്പ് 5 റിച്വലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് റിച്വൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റിച്വലും ഹാബിറ്റും റുട്ടീനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ അറിയണം. സോ ദിസ് ഈസ് എ പവർഫുൾ സെഷൻ എസ്പെഷ്യലി for coaches, trainers, mentors, and those who are ready to transform your life or uplift your life for next stage. ഇത് കൃത്യമായിട്ട് നോട്ട് എഴുതി പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഡെയിലി അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് കിട്ടുന്നുണ്ടാവും. സോ ഗെറ്റ് റെഡി, നമുക്ക് പോകാം. ആദ്യം എന്താണ് റിച്വൽ? റിച്വൽ ഈസ് നോട്ട് എ ഹാബിറ്റ്, നോട്ട് എ റുട്ടീൻ, ആക്ച്വലി നോട്ട് എ സൂപ്പർസ്റ്റിഷൻ. ചിലർ പറയും ഒരു റിച്വൽ. ഈ റിച്വൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം മതവുമായിട്ടും നമ്മളുടെ ചില മത ആചാരങ്ങളും ചടങ്ങുകളുമായിട്ടും സം പീപ്പിൾ ചിലപ്പോൾ ചില അവസരങ്ങളിൽ ഒരു സൂപ്പർസ്റ്റിഷനായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇതൊന്നും അല്ല റിച്വൽ. യഥാർത്ഥത്തിൽ റിച്വൽ എന്ന് പറയുന്നത് എ കോൺഷ്യസ് ഇൻറ്റൻഷണൽ ആക്ഷൻ. അതാണ് റിച്വൽ. കോൺഷ്യസ് ഇൻറ്റൻഷണൽ ആക്ഷൻ. വളരെ ബോധത്തോടുകൂടി വ്യക്തമായ ഇൻറ്റൻഷനോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് റിച്വൽ. ആൻഡ് ടെൽസ് യുവർ നെർവ് സിസ്റ്റം ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. എന്താണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോടും നമ്മുടെ ബ്രെയിനോടും ഒക്കെ നമ്മൾ പറയുന്ന നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് സബ് കോൺഷ്യസ് മൈൻഡ്, ബ്രെയിൻ, ഐഡൻറ്റിറ്റി. അതായത് ഐഡൻറ്റിറ്റി നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അത് ആ വ്യക്തിയോട്, നമ്മുടെ ബ്രെയിനോട്, നമ്മുടെ ബോധ മനസ്സിനോട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു സാധനമാണ് സംതിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, സംതിങ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഹാപ്പനിങ് നൗ. എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുന്നു, അലേർട്ട് ആകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കമാൻഡ്, ഒരു സംഭവമാണത്. ബിക്കോസ് ആ സിഗ്നൽ കിട്ടുമ്പോൾ നമ്മുടെ ഇന്നർ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യും. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ബോധ മനസ്സിനും നമ്മുടെ ബ്രെയിൻ നെർവ് സിസ്റ്റത്തിനും നമ്മുടെ ഐഡന്റിറ്റിക്ക് കിട്ടുന്ന ഒരു മെസ്സേജാണ് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുന്നു. അതാണ് റിച്വൽ. ഒരു കോൺഷ്യസ് ഇന്റൻഷണൽ ആക്ഷനാണ് റിച്വൽ. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചുകൂടെ സിമ്പിളാക്കി പറയാം. റിച്വൽ ഈസ് റിപ്പീറ്റഡ് ആക്ട് വിത്ത് മീനിങ് ദാറ്റ് ട്രെയിൻസ് ഹൂ യു ബിക്കം, നോട്ട് ജസ്റ്റ് വാട്ട് യു ഡു. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല, നിങ്ങൾ ഇതിലൂടെ ആരാകുന്നു എന്നതിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് റിച്വൽ എന്ന് പറയുന്നത്. അതൊരു ട്രെയിനിങ്. ഒന്നുകൂടെ പറയൂ, അത് ആ ഒരു സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞു. റിച്വൽ ഈസ് എ റിപ്പീറ്റഡ് ആക്ട്. റിച്വൽ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആക്ട് ആണ് വിത്ത് മീനിങ് ദാറ്റ് ട്രെയിൻസ് ഹൂ യു ബിക്കം. അതായത് നിങ്ങൾ ആരായി മാറണമോ ആ വ്യക്തിയായിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യണം. നോട്ട് ജസ്റ്റ് വാട്ട് യു ഡു. നിങ്ങൾക്ക് എന്ത് വേണോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. ദാറ്റ് മീൻസ് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് റിപ്പീറ്റഡ് ആക്ഷൻസ് ആണ്. അത് നമ്മൾ ആരാകണമോ ആ വ്യക്തിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ റീഡിങ് ഒരു ഹാബിറ്റാണ്, ഒരു റിച്വലാക്കി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ റീഡിങ് എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളൊരു റീഡറാക്കി മാറ്റുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. ഹൂ യു വാണ്ട് ടു ബിക്കം. ഒരു റീഡർ ആകുക എന്നുള്ളതാണ്. ഓരോ റിച്വലിനും നമ്മളിപ്പോൾ ഒരു കോച്ചാണ്, കോച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ, ഒരു കോച്ചിൻ്റെ പെർസ്പെക്റ്റീവ് കുറച്ച് റിച്വൽസ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കോച്ച്, സക്സസ്ഫുൾ കോച്ചായിട്ടാണ് മാറുന്നത്. ഒരു അബൻഡൻറ്റ് മൈൻഡ് സെറ്റുള്ള പേഴ്സൺ, മൈൻഡ് സെറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രോസ്പെറിറ്റി ലീവ് ചെയ്യാൻ ഒരാൾ ചെയ്യുന്നെങ്കിൽ ഒരു പ്രോസ്പെറസ് പേഴ്സണായി മാറുകയാണ്. ആ വ്യക്തി, അതായത് ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യുന്നു. റിച്വൽ ഈസ് എ റിപ്പീറ്റഡ് ആക്ട് വിത്ത് മീനിങ് ദാറ്റ് ട്രെയിൻസ് ഹൂ യു ബിക്കം, നോട്ട് ജസ്റ്റ് വാട്ട് യു ഡു. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഈ മൂന്നിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹാബിറ്റ് എന്ന് പറയുന്നത് വാട്ട് ഡു യു ഡു ഓട്ടോമാറ്റിക്കലി. കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ആക്ഷൻസ് ഉണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ആക്ഷൻ. റുട്ടീൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു ഡു ഫോർ എഫിഷ്യൻസി. റുട്ടീൻ ചേഞ്ച് ചെയ്യുന്നു, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആകണം, കുറച്ചുകൂടെ പവർഫുൾ ആണ്, കുറച്ചുകൂടെ വിൽ പവർ വേണം, കുറച്ചുകൂടി എൻ്റെ സിസ്റ്റമാറ്റിക് ആണ്, സ്ട്രാറ്റജി ഓറിയൻറ്റഡ് ആകണം. അതാണ് റുട്ടീൻ എന്ന് പറയുന്നത്. വാട്ട് ഡു യു ഡു ഫോർ എഫിഷ്യൻസി. റിച്വൽ എന്ന് പറയുന്നത് വാട്ട് ഡു യു ഡു ടു ക്രിയേറ്റ് ഐഡൻറ്റിറ്റി, സേഫ്റ്റി ആൻഡ് ഡയറക്ഷൻ. സോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിച്വൽ, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ റിച്വൽ തന്നെ എടുത്തത്. റിച്വൽ നമ്മളൊരു വാട്ട് യു ഡു ടു ക്രിയേറ്റ് ഐഡൻറ്റിറ്റി. നമ്മളൊരു പുതിയ വ്യക്തിയാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ഐഡൻറ്റിറ്റി. ഇപ്പോൾ
ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ എന്തൊക്കെയോ സ്വപ്നങ്ങളുമായിട്ടാണ് 2026 പോകുന്നത്. ആ സ്വപ്നങ്ങളിലേക്ക് ആ വ്യക്തിയായി നമ്മൾ തീരുന്ന ആള്, ആ വ്യക്തിയായി മാറുന്ന അവസ്ഥ, ആ വ്യക്തിയുടെ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. സോ ബാക്കിയുള്ളതിലൊക്കെ കുറേ പ്രശ്നം. ഇവിടെ മാറാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഓട്ടോ സജഷൻ, മെഡിറ്റേഷൻ, ജേർണലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഓപ്പണോ എല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ മാറാതെ നമ്മൾ ഇതെല്ലാം സൂപ്പർഫിഷ്യലാണ്. സോ ആ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്കൊരു സേഫ്റ്റി തരുന്നുണ്ട്, അതിനോടൊപ്പം ഒരു പ്രോപ്പർ ഡയറക്ഷൻ തരുന്നു. അതാണ് റിച്വൽ എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, ഒരു ഹാബിറ്റ് നമ്മുടെ എനർജി സേവ് ചെയ്യും. റിച്വൽ നമ്മളെ അതായത് ഒരു റിച്വൽ എന്ന് പറയുന്നത് ആ എനർജീനെ ഡയറക്റ്റ് ചെയ്യും. എങ്ങോട്ടാണ് ആ എനർജി പോകേണ്ടത്, നമ്മുടെ ഫോക്കസ് അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് റിച്വൽ. ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടെ ഡീപ്പർ വേർഷൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ആർ യു റെഡി ടു ഫോളോ? ഓക്കെ അല്ലേ? സ്പീഡ് കുഴപ്പമില്ല. ഓക്കെ, ചിലർക്കൊക്കെ സ്പീഡ് കൂടുതലാണെന്നൊരു അഭിപ്രായമുണ്ട്. ബട്ട് ഞാൻ ഹെൽപ്ലെസ് ആണ്. കാരണം ഇത്രയും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇല്ലെങ്കിൽ പകുതിയിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ടൈം. ഹാബിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്, അൺകോൺഷ്യസ് ആണ്, എഫിഷ്യൻസി ബേസ്ഡ് ആണ് ഹാബിറ്റ്. അതായത് നമ്മൾ ആലോചിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണേ. ഹാബിറ്റ് എന്ന് നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക, ബ്രഷ് യുവർ ടീത്ത്, ഹാബിറ്റാണ്. എഴുന്നേറ്റോടെ നമ്മൾ പല ചിന്തകളായിരിക്കും, പക്ഷെ പെട്ടെന്ന് ബ്രഷ് എടുക്കുന്നു, പേസ്റ്റ് വെക്കുന്നു, ചെയ്യുന്നു. അതുപോലെ തന്നെ എഴുന്നേറ്റ ഉടനെ ആദ്യം തന്നെ ഈ സാധനം എടുത്ത് ചെക്ക് ചെയ്യുന്നു, ഫോൺ. അതൊരു ഹാബിറ്റായി കഴിഞ്ഞാൽ ഞാനത് ചെയ്തു പോകും കേട്ടോ. അത് ചെയ്യാൻ പാടില്ലെന്നാണ്. ഫസ്റ്റ് ചെയ്യത്തില്ല, എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് ചെക്ക് ചെയ്യാറുണ്ട് എഴുന്നേറ്റ്. അതൊരു ഹാബിറ്റാണ്. എല്ലാ രാവിലെകളിലും ടീ ഓർ കോഫി കുടിക്കുന്നത് ഒരു ഹാബിറ്റാണ്. നമ്മൾ അതുപോലെ തന്നെ ഡോറ് ലോക്ക്, ചില ആൾക്കാരുണ്ട് റൂമിലേക്ക് കയറുന്ന ഉടനെ പെട്ടെന്ന് ഡോർ അങ്ങ് ലോക്ക് ചെയ്യുന്നത്, അതൊരു ഹാബിറ്റാണ്. ഇതെല്ലാം അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ആണ്, നമ്മൾ പോലും അറിയാതെ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ഹാബിറ്റ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഹാബിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ എനർജി അത് സേവ് ചെയ്യും. അതായത് നമ്മൾ പോലും അറിയാതെ ഹാബിറ്റ് റൺ യുവർ ലൈഫ് വെൻ യു ആർ നോട്ട് പ്രസന്റ്. നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ കൂടി ഈ കാര്യങ്ങളൊക്കെ നടക്കും. തലയ്ക്ക് നല്ല അടി കിട്ടി, അല്ലെങ്കിൽ വളരെ വലിയൊരു ഫെയിലിയർ വന്നു, അല്ലെങ്കിൽ വളരെ എന്താ പറയണ്ട ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് നടന്നാലും പിറ്റേന്ന് രാവിലെ ചായ കുടിക്കണമല്ലോ. അപ്പോൾ അതിന് മുൻപ് ചെയ്യേണ്ട കാര്യം എന്താണ്? പല്ല് തേക്കണമല്ലോ. ഹാബിറ്റ്, നമ്മളത് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഡെയിലി എഴുന്നേറ്റ് വാഷ്റൂമിൽ പോകുന്നതിന് മുൻപ് ചില ആൾക്കാർ ഫേസ് വാഷ് ചെയ്യുന്നവരുണ്ടാകും. ചില മെഡിസിൻ എടുക്കുന്നതിന് അപ്പോൾ ആദ്യം മെഡിസിൻ എടുക്കുമ്പോൾ തൈറോയിഡ് പോലുള്ളത്, അപ്പോൾ അത് ആദ്യം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് മെഡിസിൻ എടുക്കുക. അതൊരു കുറേ കാലം ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായി മാറി. ഡോക്ടർ അത് നിർത്താൻ പറഞ്ഞാലും ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി റുട്ടീൻ എടുക്കാം. റുട്ടീൻ സ്ട്രക്ചേർഡ് ആണ്, പ്രാക്ടിക്കലാണ്, പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ആണ്. അതൊരു പ്ലാൻഡ് സീക്വൻസ് ആക്ഷൻ ആണ്. നമ്മുടെ ടൈമോ അല്ലെങ്കിൽ വർക്കോ ഒക്കെ ഒന്ന് ഒരു കറക്റ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റുട്ടീൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ടൈം മാനേജ് ചെയ്യാൻ, വർക്ക് മാനേജ് ചെയ്യാൻ, നമ്മുടെ ഒരു ഡേ മാനേജ് ചെയ്യാൻ, നമ്മുടെ ഒരു ഇയർ മാനേജ് ചെയ്യാനൊക്കെ ഈ റുട്ടീൻ നല്ലതാണ്. റുട്ടീനിൽ നമുക്ക് പറയുമ്പം മോർണിംഗ് വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അതൊരു റുട്ടീനാണ്. ഒരു ചെയിൻ ഓഫ് വർക്കൗട്ട്, കുളിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ്, മെഡിറ്റേഷൻ, ബ്രഷ് ചെയ്യുന്നു അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നു, ബ്രഷ് ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. അത് റുട്ടീൻ കണക്ട് ചെയ്യുന്നത് അത് ഭയങ്കര പവർഫുൾ സാധനമാണ്. ഒന്നിനോട് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അത് നമുക്ക് വേറൊരു അവസരത്തിൽ പഠിക്കാം. ഇനി ഓഫീസിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇമെയിൽ ചെക്ക് ചെയ്യുന്നു, മീറ്റിംഗ് ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുന്നു, കോൾസ് ചെയ്യുന്നു. ഒഫീഷ്യലി ആണെങ്കിൽ നൈറ്റ് റുട്ടീൻ ചില എസ്പെഷ്യലി സ്ത്രീകൾ സ്കിൻ കെയർ ചെയ്യാറുണ്ടല്ലേ. ഇപ്പം ചില ആൾക്കാരിങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് കൃത്യമായിട്ട് അറിയാം. ഫേസ് വാഷ് ചെയ്യുന്നു, എന്തെങ്കിലും സ്കിൻ കെയർ ക്രീം അപ്ലൈ ചെയ്യണമെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നു, ദെൻ ജേർണലിംഗ് എഴുതുന്നു, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നു, സ്ലീപ്പ് ചെയ്യുന്നു. ഇതെല്ലാം കറക്റ്റ് റുട്ടീനിൽ പോകും. അത് ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ട് ഇത് മനസ്സിലാവും, റുട്ടീൻ കിട്ടും. അതായത് 1 by 1 ആയിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, ഒന്നിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് പ്രാക്ടിക്കലാണ്, പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ആണ്, സ്ട്രക്ചേർഡ് ആണ്. നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് റുട്ടീൻ ചെയ്യുന്നത് വെച്ചാൽ കൺസിസ്റ്റൻസിയും എഫിഷ്യൻസിയും കൂട്ടാനാണ്. ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് കൺസിസ്റ്റൻസി, അതിന് റുട്ടീൻ ചെയ്താൽ മതി. നമ്മൾ ഒരു റുട്ടീൻ കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ഡേ ഓർഗനൈസ് ചെയ്യും. ബ്യൂട്ടിഫുൾ
അപ്പോൾ ഒരു കുട്ടികളെ എന്തുകൊണ്ടാണ് റുട്ടീൻ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, റുട്ടീൻ ആയി കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ അവരുടെ ലൈഫിൻ്റെ പാർട്ടാവും, ഒരു ഹാബിറ്റ് ആവും. ഹാബിറ്റ് ബിക്കം അവരുടെ സെക്കൻഡ് നേച്ചർ ആവും. പിന്നെ അത് എങ്ങനെ വന്നോളൂ. റുട്ടീൻ ഈസ് ഗുഡ്. ഇനി നമ്മൾ റിച്വലിലേക്ക് വരാം. അതാണ് നമ്മളുടെ ഹീറോ, ഇന്നത്തെ ഹീറോ. റിച്വൽ എന്ന് പറയുന്നത് ഇതുക്കും മേലെ ആണ്. അതിന് മേലെ നമ്മൾ പറയില്ലേ, ഇൻറ്റൻഷണൽ, മീനിങ് ഐഡൻറ്റിറ്റി ബേസ്ഡ്. ഇൻറ്റൻഷണൽ, മീനിങ് ഐഡൻറ്റിറ്റി ബേസ്ഡ്. നമ്മൾ ആരാണോ ആ വ്യക്തിയിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സംഭവമാണത്. ഇൻറ്റൻഷണൽ, മീനിങ് ആൻഡ് ഐഡൻറ്റിറ്റി ബേസ്ഡ്. അതായത് ഒരു കോൺഷ്യസ് ആക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പെർഫോംഡ് വിത്ത് മീനിങ് ടു ഷേപ്പ് ഹൂ യു ബിക്കം. അതായത് നമ്മൾ എന്തായി മാറണം. ഒരു ലൈഫ് കോച്ചുമാർ ഒരുപാട് പേരുണ്ട്. ഇത് റിലേഷൻഷിപ്പ് കോച്ചുണ്ട്, ഹാബിറ്റ് കോച്ചുണ്ട്, ദെൻ പിന്നെ സ്പിരിച്വൽ കോച്ചുണ്ട്, പ്രോസ്പെരിറ്റി ആൻഡ് മൈൻഡ് ഷിഫ്റ്റ് കോച്ചുണ്ട്. ഇപ്പം നിങ്ങൾ ആ ലെവലിലേക്ക് മാറാൻ നിങ്ങൾ എടുക്കുന്ന ഒരു കോൺഷ്യസ് ആക്ഷനാണ്. നിങ്ങൾ ആ വ്യക്തിയിലേക്ക് മാറാനുള്ള, ആ ഐഡൻറ്റിറ്റിയിലേക്ക് മാറാനുള്ള ഒരു കോൺഷ്യസ് ആക്ഷനാണ്. അത് ഇൻറ്റൻഷനലാണ്, മീനിങ് ആണ്, ഐഡൻറ്റിറ്റി ബേസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കോൺഷ്യസ് ആക്ഷൻ നടക്കുന്നുണ്ട്. കോൺഷ്യസ് ആക്ഷൻ, ഒരു കോൺഷ്യസ്നെസ് വരെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടേം, ഒരു സംഭവമാണ് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അത് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വളരുന്നതനുസരിച്ച് കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് മണി അബൻഡൻസ് വരും. കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ദാറ്റ് മീൻസ് നമ്മുടെ കംഫർട്ട് സോൺ കുറച്ചുകൂടി താഴേക്ക്, നമ്മൾ ടെക്നിക്കലി പറയുന്നത് കംഫർട്ട് സോൺ വലുതാകുന്നതനുസരിച്ച് മണി വലുതാകും. കംഫർട്ട് സോൺ വലുതാകുന്നതനുസരിച്ച് കോൺഷ്യസ്നെസ് വലുതാകും. ഇതെല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. എത്രത്തോളം നമ്മൾ അവെയർ ആകുന്നു, എത്രത്തോളം കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇതാണ് റിച്വൽ എന്ന് പറയുന്നത്. അപ്പോൾ റിച്വൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു അലൈൻമെൻ്റ് ഉണ്ട്, ഒരു ഇന്നർ അതോറിറ്റി ഉണ്ടാവും റിച്വലിൽ. ഒരു പ്രസൻസ് ഉണ്ട്, ഒരു അലൈൻമെൻ്റ് ഉണ്ട്, ഒരു ഇന്നർ അതോറിറ്റി ഉണ്ട്. ആക്ച്വലി ഈ റിച്വൽ നമ്മൾ നേരത്തെ റുട്ടീൻ പോലെയോ ഹാബിറ്റ് പോലെയോ ടൈം മാനേജ് ചെയ്യത്തില്ല. ഇറ്റ്സ് മാനേജ് എനർജി. റിച്വൽസ് മാനേജ് എനർജി. ഈ എനർജിയാണ് ഒരാളിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. മോഹൻലാലിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഈ എനർജിയാണ്. ഷാരൂഖ് ഖാനിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഈ എനർജിയാണ്. നമ്മൾ യുണീക്കാകുന്ന ഓരോരുത്തരും നമ്മൾ കാണുമ്പോൾ ഇവർ എന്തോരം ഭംഗിയാണ്, എന്തോരം എനർജറ്റിക് പേഴ്സണാണ്, എന്തോരം പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് തോന്നുന്നത് ആ എനർജിയുടെ യുണീക്ക്നെസ് ആണ്. അപ്പം നമ്മളൊരു പവർഫുൾ ഒരു വ്യക്തിയായി മാറണമെങ്കിൽ, നമ്മളൊരു ഇൻഫ്ലുവൻസർ ആയി മാറണമെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. സോ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്നുകൂടി ഞാൻ പറയണേ, ഒരു അടുക്കി പറയാം. ഹാബിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഹാബിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്, അൺകോൺഷ്യസ് ആണ്. നേരത്തെ എഴുതാത്തവർക്ക് വീണ്ടും പെട്ടെന്ന് എഴുതാം. എനർജി സേവ് ചെയ്യും ഹാബിറ്റ് ഉണ്ടെങ്കിൽ. നല്ല ഹാബിറ്റ്സ് എനർജി സേവ് ചെയ്യും. നമ്മൾ ഡൂയിങ് ആണ്, എബൌട്ട് ടു ഡൂയിങ് ആണ്. ഹാബിറ്റ് എന്ന് ഡൂയിങ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഹാബിറ്റ്. റുട്ടീൻ പറയണേ, ഹാബിറ്റ് ഓക്കെ ആണല്ലോ ഇതുവരെ. റുട്ടീൻ എടുക്കാം, സ്കെഡ്യൂൾഡ് ആണ്. ഇത്രയും ചെയ്യണം, ഞാൻ ചെയ്യും എന്നുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇത്രയും ചെയ്യണമെന്നുള്ളത്, നാളെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അടുക്കും ചിട്ടയായിട്ട് ചെയ്യണം. റുട്ടീൻ സ്കെഡ്യൂൾഡ് ആണ്, കോൺഷ്യസ് ആണ്. അവിടെ നമ്മൾ ബോധം അപ്ലൈ ചെയ്യണം, ബോധപൂർവമാണ് നമ്മൾ ചെയ്യുന്നത്. എനർജി മാനേജ് ചെയ്യും. എനർജി മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് റുട്ടീൻ. നമുക്ക് നമ്മുടെ എനർജി മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊരു ഓർഗനൈസിങ് ആണ്. റുട്ടീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഓർഗനൈസിങ്. ഹാബിറ്റും റുട്ടീനും നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത റിച്വലിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന റിച്വലാണ്. ഇൻറ്റൻഷണൽ, ഡീപ്ലി കോൺഷ്യസ്, വളരെ അഗാധമായി നമ്മൾ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ദിസ് ഈസ് സംതിങ് വെരി എന്താ പറയേണ്ടത്, സോൾ കണക്റ്റഡ് എന്ന് ഞാൻ പറയും. റിച്വൽ നമ്മുടെ സോളുമായിട്ടും കൂടെ കണക്റ്റ് ആവും. ബോഡി, മൈൻഡ്, സോൾ, ആ അലൈൻമെന്റിലേക്ക് നമുക്ക് ഡീപ്പർ ലെവലിലേക്ക് കോൺഷ്യസ്നെസ്സിലേക്ക് പോകും. ഇറ്റ് ഡയറക്ട്സ് അവർ എനർജി. പ്രോപ്പർ റിച്വൽ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് അബൌട്ട് ബിക്കമിങ്. നിങ്ങൾ ആരായി മാറുന്നു എന്ന് അവിടേക്ക് എത്തുന്ന സാധനമാണ് ഈ ഒരു എന്താ പറയേണ്ടത്, റിച്വൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആരാണോ ആകാൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇൻറ്റൻഷണൽ, ഡീപ്ലി കോൺഷ്യസ്, ഡയറക്റ്റ് എനർജി, എബൌട്ട് ബിക്കമിങ്. നിങ്ങൾ ആരാകണമെന്ന് ആഗ്രഹിക്കുന്നു അവിടേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും.
സോ ഹാബിറ്റ് റൺ ഓൺ ഓട്ടോ പൈലറ്റ്. നമ്മൾ പോലും അറിയില്ല, ഒരു ഓട്ടോ പൈലറ്റ് സംവിധാനത്തിൽ അതങ്ങ് നടക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഈ സാധനം അങ്ങ് നടക്കും. ഒരു ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്താൽ ഓട്ടോ പൈലറ്റ് സംവിധാനം. സ്മോക്കിംഗ് ഒരു ഹാബിറ്റാണ്. ഒരു സ്ട്രെസ് വരുമ്പോൾ ഓടിപ്പോയി സ്മോക്ക് ചെയ്യും, നമ്മൾ പോലും അറിയില്ല. സ്മോക്കിംഗ് കോർണർ എന്ന് പറഞ്ഞിട്ട് കോർപ്പറേറ്റ് ഓഫീസുകളിലൊക്കെ ഒരു സ്പേസ് കൊടുക്കും. അവിടെ കുറച്ച് ആൾക്കാരുമായിട്ട് കൂടി നിന്നിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ അതിൽ റിലാക്സ്ഡ് ഒരു ഏരിയയുടെ അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിലേക്ക് പോകും. മദ്യം കുടിക്കുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഓട്ടോ പൈലറ്റിലേക്ക് പോകും. ഫോൺ വീഡിയോസ് കാണുന്നത് എനിക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്, അവർ പറയാറുണ്ട് ഈവൻ ദേ ആർ ദെയർ മിഡ് ലൈഫ്. അപ്പോൾ അവർ പറയാറുണ്ട് സോറി, ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ ചില സൈറ്റുകളിലൂടെ പോയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. ഇറ്റ്സ് എ ഹാബിറ്റ്. അത് ഓട്ടോ പൈലറ്റ് ആണ്. എനിക്ക് മാറ്റണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ ചില രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ആദ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഹാംഫുൾ ഹാബിറ്റ്സ് ഉണ്ട്, നമ്മൾക്ക് ന്യൂട്രൽ ഹാബിറ്റ്സ് ഉണ്ട്, ദെൻ പോസിറ്റീവ് ഹാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിലേക്ക് പോകും. ഏതാണെങ്കിലും റുട്ടീൻ ഒരു സ്ട്രക്ചറിൽ പോകുന്നൊരു കാര്യമാണ്. റുട്ടീൻ റൺ ഓൺ സ്ട്രക്ചർ, ഹാബിറ്റ് റൺ ഓൺ ഓട്ടോ പൈലറ്റ്, റിച്വൽസ് റൺ ഓൺ മീനിങ്. റിച്വൽസിന് ഒരു മീനിങ് ഉണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. റിച്വൽ റൺ ഓൺ മീനിങ്, ഒരു മീനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മളെ പതുക്കെ പതുക്കെ നമ്മുടെ ലൈഫിൻ്റെ മീനിങ്ങിലേക്ക് കൊണ്ടെത്തിക്കും. പേർപ്പസിലേക്ക്, ഡീപ്പർ ലെവലിലേക്ക്, ആഴത്തിൽ നമ്മളെ കൊണ്ടുപോയി എത്തിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇതിൻ്റെ സയൻസാണ്. എല്ലാവരും ഒക്കെ ഒപ്പമുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഓക്കെയാണ് എല്ലാവരും? ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. എനിത്തിങ് യു വോണ്ട് ടു ഷെയർ? ഒരു ഹാബിറ്റ് ഞാൻ ഇന്നാണ് തിരിച്ചറിഞ്ഞത്, ഇതെൻ്റെ ഒരു ഹാബിറ്റ് ആണല്ലോ, ഇത് ഞാൻ റുട്ടീനാണെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇന്നാണ് ഈ റിച്വലിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഒറ്റ സെൻറ്റൻസിൽ ഒരാൾ ഹാൻഡ് റൈസ്. ആരെങ്കിലും ഒറ്റ സെൻറ്റൻസിൽ ഒറ്റ സെൻറ്റൻസ്. സത്യം മാഡം, ഓക്കെ, താങ്ക് യു. എല്ലാ ദിവസവും ഇതെല്ലാം ചെയ്യും, പക്ഷെ ഇന്നാണ് ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്. ഇന്നാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. നമുക്ക് ഇതിൻ്റെ സയൻസും സൈക്കോളജിയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ആക്ച്വലി അതായത് റിച്വൽസ് നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ റിച്വൽ ക്രിയേറ്റ് പ്രെഡിക്റ്റബിലിറ്റി. അതായത് നമ്മൾ റിച്വൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് സംഭവിക്കും, ഇത് നടക്കും, ഇത് ഉറപ്പായിട്ടും ഈ റിച്വലിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് പോകണം. ഇൻറ്റൻഷനലി ആണ് നമ്മൾ അത്രയും ഇൻറ്റൻഷനലി ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ ആഴത്തിലേക്ക് വളരെ ഡീപ്പർ കോൺഷ്യസ്നെസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ന്യൂറോസൈൻസ് ബ്രെയിനിൽ എളുപ്പം മെസ്സേജ് കിട്ടും, ഇത് നടക്കും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്രെയിനിനെ കാം ചെയ്യാൻ പറ്റും, നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ബ്രെയിനിന് ഒരു സെൻസ് ഓഫ് കൺട്രോൾ ആൻഡ് മീനിങ് കിട്ടും. കാരണം ബ്രെയിൻ എപ്പോഴും വേണ്ട സേഫ്റ്റിയാണ്. ബ്രെയിൻ ഒരിക്കലും സക്സസ് വേണ്ട. നമ്മുടെ ഹ്യൂമൻ ബ്രെയിന് സേഫ്റ്റിയാണ് പ്രധാനം. അപ്പോൾ ഇത് റിച്വലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു സേഫ്റ്റി, കാംനെസ്, ഒരു സെൻസ് ഓഫ് കൺട്രോൾ ഓക്കെയാണ്. കോർട്ടിസോളും അഡ്രിനാലും പ്രൊഡക്ഷൻ വേണ്ട, ഇതൊരു ഓക്കെയാണ് എന്നുള്ളൊരു ഒരു മെസ്സേജ് കിട്ടും. ദെൻ മീനിങ്ഫുൾ റെപ്പറ്റീഷൻ സ്ട്രെങ്തൻ ന്യൂറൽ പാത്വേ. നമ്മളൊരു കോൺഷ്യസ് മീനിങ്ഫുൾ റെപ്പറ്റീഷനാണ് ഡെയിലി ചെയ്യുന്നത്, കൺസിസ്റ്റൻ്റ് ആക്ഷനാണ് റിച്വൽ. അത് നമ്മൾ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും. ദെൻ ന്യൂറൽ പാത്വേ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബിലീഫ് സിസ്റ്റം ഒക്കെ ചെയ്യും, എനിക്കിത് പറ്റും. നമ്മൾ അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിന് സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. ലോജിക്ക് വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ബോഡി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ബോഡി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ രക്ഷപ്പെട്ടു. കാരണം ബോഡിയാണ് എപ്പോഴും നമ്മളെ ശൃംഖം ചെയ്യുന്നത്, കോൺട്രാക്ട് ചെയ്യുന്നത്. എനർജി എമിറ്റ് ചെയ്യുന്നത് ത്രൂ ബോഡിയിലൂടെയാണ്. നമ്മൾ വിചാരിക്കും ശരീരം ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ബാക്കിയുള്ള നമുക്ക് നമ്മളെ കാണാൻ ഫിസിക്കൽ അപ്പിയറൻസ്. നോ, ബോഡി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പില്ലറാണ് നമ്മളെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യാനും നമ്മൾ എത്തേണ്ടിടത്ത് എത്താനും ഒക്കെ. ബോഡിയെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാണ് പലരും ജീവിക്കുന്നത്. ബോഡിയുമായി കണക്ട് ചെയ്യണം എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
വളരെ അണ്ടർലൈൻഡ് വേർഡാണ്. റെഡ് ഇത് ക്യാപ്ഷൻ ഇട്ട് ചെയ്ത് കേൾക്കണം. ബോഡിയുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അലൈൻമെന്റിൽ വരാൻ പറ്റില്ല. ബോഡി എനർജി വേറെന്ന് പറയും, മനസ്സ് വേറെന്ന് പറയും, ബ്രെയിൻ വേറെന്ന് പറയും. ഒരു അലൈൻമെന്റിൽ ഒരിക്കലും നമുക്ക് വരാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് റിച്വൽ, ഇത്രയും സംഭവം ബ്രെയിനിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. റിച്വൽ നമുക്ക് കോൺഫിഡൻസ് തരും, ആങ്സൈറ്റി കുറയ്ക്കും, കൺസിസ്റ്റൻസി കൂട്ടും, നമ്മുടെ സെൽഫ് ട്രസ്റ്റ് സ്ട്രെങ്തൻ ചെയ്യും. ഈ ലാസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റിച്വൽ കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരു ആൾക്ക് മനസ്സിലാവും, അപാരമായ സെൽഫ് ട്രസ്റ്റ് കൂട്ടും. ഇപ്പൊ ഒരു റിച്വലാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. അത് എഴുതുന്ന ആൾക്ക്, അത് ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെയോ എൻ്റെ ചുറ്റുമുണ്ട്, യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്, ആരൊക്കെയോ എൻ്റെ കൂടെയുണ്ട്, സപ്പോർട്ട്, ഒരു ഹെവി സപ്പോർട്ട് സിസ്റ്റം എനിക്കുണ്ട്. എനിക്ക് ഞാൻ ഇത്രയൊക്കെ ഉള്ള ഒരാളാണ്. എനിക്ക് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഒരു വെളിപ്പാടകലെ, എന്താ പറയണ്ടത്, നമ്മൾ പറയത്തില്ലേ, വളരെ അടുത്താണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ വേണ്ടു, ആ ട്രസ്റ്റ് അവിടെ ഉണ്ടാവും. അബണ്ടൻസ് എന്നൊക്കെ പറയുന്നത് ഓക്കെ എനിക്ക് പറ്റുമെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ഒരു റിച്വലിന്റെ കാര്യം ആണ് ഞാൻ പറഞ്ഞത്. സോ നമ്മൾ പറയുന്നു റിച്വൽ, ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, റിച്വൽ എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് പോസ് ഇൻ ലൈഫ് വേർ വി ചൂസ് അലൈൻമെന്റ് ഓവർ ഓട്ടോ പൈലറ്റ്. ഓട്ടോ പൈലറ്റിലേക്ക് പോകുന്ന ഒരു ലൈഫിനെ ഒരു അലൈൻമെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഷ്യസ് പോസ് ആണ് റിച്വൽ എന്ന് പറയുന്നത്. എന്താണെങ്കിലും അത് ഡൂയിങ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡൂയിങ് മോർ, ഇറ്റ്സ് അബൌട്ട് ബിക്കമിങ് ഡെലിബറേറ്റ്. ഏതോ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഡെലിബറേറ്റ് ആക്ഷൻ ചെയ്യാൻ വേണ്ടി ഡെയിലി ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന എന്താ പറയേണ്ടത്, ഈ റിച്വൽ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് ആകുമ്പോൾ ഒരുപാട് ലൈഫിൽ ഏറ്റവും കൂടുതൽ ബിറ്റർനെസ് അനുഭവിക്കുന്ന സമയങ്ങളുണ്ടാകാം. കഷ്ടപ്പാട്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, മണി ഇഷ്യൂസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ലൈഫ് കയോട്ടിക് അല്ലെങ്കിൽ മിസ്ഡപ്പ് ഒക്കെ ആകുമ്പം റിച്വൽ ഒരു ഓർഡർ തരും നമുക്ക് ലൈഫിന്. ഇഫ് യു ഡു എ റിച്വൽ ഇറ്റ് വിൽ ഗിവ് യു എൻ ഓർഡർ. ലൈഫിന് സൂപ്പർ ഡ്യൂപ്പർ ഒരു ഓർഡറിലേക്ക് വരും. നമ്മൾ ഐഡന്റിറ്റി വീക്കാണെന്ന് തോന്നുന്നു. ഒരു നല്ല ബിസിനസ് പേഴ്സൺ ആണ്, അപ്പോൾ എനിക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ പല തടസ്സങ്ങൾ, ബ്ലോക്കുകൾ, കുറേ സ്റ്റാഫ്സിൻ്റെ ഇഷ്യൂസ്, ബിസിനസ് നന്നായിട്ട് പോകുന്നില്ല, ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ക്വാളിറ്റി ലീഡ് കിട്ടുന്നില്ല, ദെൻ നിൽക്കുന്ന എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് തന്നെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഡെയിലി ബിസിനസ് ചെയ്യുന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ഹോം മേക്കർ ആണെങ്കിലും പ്രശ്നങ്ങൾ വരും. കാരണം മറ്റുള്ളവരെന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ജോബിനെ വാല്യൂ ചെയ്യുന്നില്ല, എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ എന്താണോ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ വീക്കൻ ചെയ്യും. റിച്വൽസ് ക്രിയേറ്റ് സ്റ്റെബിലിറ്റി. നമ്മളെ സ്ട്രോങ് ആക്കി നിർത്താൻ ഏതെങ്കിലും 2 റിച്വൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ കോച്ചുമാരുടെ അടുത്ത് പറയുന്ന എനിക്കൊരു കാര്യം, നിങ്ങളുടെ അടുത്ത് വരുന്ന ഹെൽപ്ലെസ് ആയിട്ട് വരുന്ന ആൾക്കാർ, നമുക്ക് ഹോപ്പ്ലെസ് ആയിട്ട് വരുന്ന ആൾക്കാർ, വർത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുന്ന ആൾക്കാർ, ഇനി എനിക്ക് അങ്ങോട്ടില്ല, ലൈഫ് അങ്ങോട്ടില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റോപ്പാണ്, സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ ലൈഫിലൊരു മീനിങ് ഇല്ലാന്ന് വിഷമിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ നമുക്ക് ബ്യൂട്ടിഫുൾ മീനിങ് ഫുൾ റിച്വൽ കൊടുത്ത് അതിനെ സപ്പോർട്ട് സിസ്റ്റം കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ ഹീലിംഗ് സൂപ്പർ ചേഞ്ചസ് ഉണ്ടാവും. സോ ഇനി റിച്വലിൻ്റെ ബെനിഫിറ്റ് ഇവിടെ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞ 5 റിച്വൽ, 5 ഇനി അരമണിക്കൂറാണുള്ളത്, 25 മിനിറ്റ്സ് ഉണ്ട്. ബെനിഫിറ്റ്സ് ഇവിടെ പറയാം. അതായത് നമ്മൾ പറഞ്ഞു ബയോളജിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സേഫ്റ്റി തരും. ഈവൻ ഇൻ അൺസർട്ടൺ ടൈം, ഒരു സർട്ടനിറ്റി ഇല്ലാത്ത ചില സിറ്റുവേഷൻ വരും. ലൈഫ് ഈസ് ഓൾ അബൌട്ട് അൺസർട്ടനിറ്റി. അതാണ് ലൈഫിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നാളെ എന്ത് നടക്കുമെന്ന് എനിക്കറിയാമെങ്കിൽ ലൈഫ് എന്ന് പേര് വരെ കൊടുക്കാൻ പറ്റില്ല. ലൈഫ് ഈസ് ഓൾ അബൌട്ട് അൺസർട്ടനിറ്റി. അടുത്ത മൊമെന്റിൽ എന്ത് സംഭവിക്കും നമുക്ക് പോലും അറിയില്ല. അവിടെ നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ പാനിക്കായി പോകും. ചില സിറ്റുവേഷൻ എക്സ്പെക്ടേഷൻ്റെ അടുത്ത് വരുന്നില്ല, അല്ലെങ്കിൽ വിപരീതമായി വരുന്നു, വിചാരിച്ച സെയിൽസ് നടന്നില്ല, നമുക്ക് കയ്യിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ മണി വന്നില്ല. ഈ സമയത്ത് നമുക്കൊരു ഇമോഷണൽ സേഫ്റ്റി തരും റിച്വൽസ്. അതുപോലെ തന്നെ നമ്മൾക്ക് ആങ്സൈറ്റി കുറയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രെയിൻ ഒരു പ്രഡിക്റ്റബിലിറ്റി കിട്ടുന്നതുകൊണ്ട് ആങ്സൈറ്റി കുറയും. കുഴപ്പമില്ല, നടക്കും, ഓക്കെ ആണെന്നൊരു സേഫ്റ്റി പ്രഡിക്റ്റബിലിറ്റി ബ്രെയിനിന് കിട്ടും. അതുകൊണ്ട് തന്നെ ആങ്സൈറ്റി കുറയും.
അതുപോലെ നമ്മുടെ സെൽഫ് ട്രസ്റ്റ് വർക്ക് ചെയ്യും, ഇന്നർ അതോറിറ്റി കൂടും. നമ്മളൊരു വാലിഡേഷൻ ഒന്നും പോകുന്നില്ല. ഇത് ചെയ്യട്ടെ, അത് ചെയ്യട്ടെ, ഇതൊന്ന് നോക്കാമോ, ഇത് കറക്റ്റ് ആണോ, ഇതിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഈ ബാങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ഞാൻ ആരോട് ഇതൊന്നും നമ്മൾ ചെയ്തില്ല. ഇന്നർ അതോറിറ്റി, എനിക്ക് എൻ്റെ ലൈഫിൻ്റെ ഡിസിഷൻ എടുക്കാൻ ഞാൻ ഓക്കെ ആണെന്നുള്ള ഒരു ട്രസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. ഇവഞ്ച്വലി ആണേ ക്ലോസ് ഇമോഷണൽ ലൂപ്സ്, അതായത് നമ്മളെ ഈ കുറേ ഇമോഷണൽ ലൂപ്പുകളുണ്ട് നമുക്ക്. ഹീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് റിച്വൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇമോഷണൽ ലൂപ്സ് ഒക്കെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു, സയന്റിഫിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് പറഞ്ഞു. കോർട്ടിസോളിന്റെ റെസ്പോൺസ് കുറയും, സ്ട്രെസ് ഇല്ല, പ്രഡിക്റ്റബിലിറ്റി ഉള്ളതുകൊണ്ട് ബ്രെയിൻ ഓക്കെയാണ്, സേഫ്റ്റി, ആ വലിയ പ്രശ്നമില്ല. അപ്പം കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇല്ലെങ്കിൽ ഓൾവേസ് കോർട്ടിസോൾ അഡിനാ മാറി മാറി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ജനറ്റിക്കലി ഉള്ള ഒരു ഇതാണ്. അതുപോലെ സ്ട്രോങ് ന്യൂറൽ പാത്തി ഉണ്ടാവും. ഇതൊരു ത്രൂ മീനിങ് ഫുൾ റെപ്പറ്റീഷൻ, ന്യൂറൽ പാത്ത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഐഡന്റിറ്റിയിലേക്ക് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഫോക്കസും ഡിസിഷൻ ക്ലാരിറ്റിയും സൂപ്പർബ് ആകും. അതുപോലെ നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ഒരു സിഗ്നൽ, ദിസ് മൊമെന്റ് മാറ്റേഴ്സ്, നമ്മൾ കൊടുക്കുന്ന അലേർട്ട്നെസ് ഉണ്ട്. അതായത് റിച്വൽ ചെയ്യുമ്പോൾ ഇത്രയും നേരം മാറ്റേഴ്സ് ആണ്, ബ്രെയിനിന് നമ്മളൊരു സിഗ്നൽ കൊടുക്കും, ഈ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡോണ്ട് മിസ് ദിസ് മൊമെന്റ്, ഡോണ്ട് മിസ് ദിസ് മൊമെന്റം എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നു. അത് നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നു, റിയാക്റ്റീവിൽ നിന്നും ഇൻറ്റൻഷനിലേക്ക്. ഇൻറ്റൻഷനാണ് റിച്വൽ എന്ന് പറയുന്നത്. അതുവരെ റിയാക്ട് ചെയ്യും, പക്ഷെ നമ്മൾ ഇൻറ്റൻഷണൽ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിസിപ്ലിൻ ആകാൻ, ഒരു ഫോഴ്സും ഇല്ലാതെ ഡിസിപ്ലിൻ ആകാൻ പറ്റും. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കുട്ടിയായിരിക്കുന്ന കാലം തൊട്ട് ഞാൻ ഏറ്റവും വെറുത്തൊരു വേർഡാണ് ഡിസിപ്ലിൻ. കാരണം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, കുട്ടികളായാൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഇത് കേട്ട് 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 രാവിലെ എഴുന്നേൽക്കണം, എന്നിട്ട് ഡിസിപ്ലിനോട് നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു 5 കാര്യങ്ങളും കൂടെ പറയും. ഇതൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾ ഡിസിപ്ലിൻ ആവും, ഡിസിപ്ലിൻ പഠിക്കണം. അത് കാരണം ഈ ഡിസിപ്ലിൻ എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടമല്ല. ഡിസിപ്ലിൻ ഉള്ളത് ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഞാൻ കുറച്ച് മുതിർന്ന് ഇതിലേക്കൊക്കെ വന്നിട്ട് ഈ ഡിസിപ്ലിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യത്ത് പോലും ഇല്ല. കാരണം എൻ്റെ ഉള്ളിൽ ആ വെറുപ്പ് കിടക്കുകയാണ്, റെസിസ്റ്റൻസ് കിടക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ ഡിസിപ്ലിൻ എന്ന സാധനം, എൻ്റെ കുട്ടികളുടെ അടുത്ത് പോലും ഈ ഡിസിപ്ലിൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. കാരണം അത് വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് തോന്നുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കുട്ടിക്കാലം ട്രിഗർ ചെയ്യും. അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു ടോട്ടലി എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഡിസിപ്ലിൻ എന്ന സാധനം ഞാൻ ശ്രമിക്കത്ത് പോലുമില്ല. പക്ഷേ ഇത് റിച്വലിലൂടെ നമുക്ക് ഫോഴ്സ്ഫുള്ളി അല്ലാതെ നമ്മളൊരു ഡിസിപ്ലിൻഡ് പേഴ്സണായി മാറും. ശരിക്കും ഞാൻ ഈ റിച്വലിലൂടെയാണ് ഞാൻ ഡിസിപ്ലിൻഡ് ആയി മാറിയത്. ഇപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഒരു റെസിസ്റ്റൻസും ഇല്ല, നമുക്ക് വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യുക. അതിനകത്തൊരു ഒരു ഒരു സന്തോഷമുണ്ട്. നമ്മൾ ആരും ഫോഴ്സ് ചെയ്യാതെ, ആര് ഫോഴ്സ് ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് പോലെയാണ് നമ്മൾ മറ്റുള്ളവരെ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറയുമ്പോൾ, ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ. അതുപോലെ നമ്മുടെ വാല്യൂമായിട്ട് കണക്ട് ചെയ്യും. നമ്മളെ സെൽഫ് സബോട്ടേഷിങ് പാറ്റേൺ ഒക്കെ കുറയും. നമ്മളെ തന്നെ ഹാംഫുൾ ആകുന്ന കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കും, സെൽഫ് ക്രിറ്റിസിസം കുറയും, ഇതൊക്കെ കുറയും. ദെൻ ലൈഫിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ക്ലാരിറ്റി ഇൻ ഡിസിഷനാണ്. ഡിസിഷൻ, ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ യു ടേക്ക്. ചില സമയങ്ങളിൽ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും, അടുത്ത ലെവലിലേക്ക് പോകും. പക്ഷെ എടുക്കില്ല, ലോജിക്ക് വർക്ക് ചെയ്യും. ഇപ്പം ഞാൻ ഇനി ഒന്നുകൂടി പറയാം. പൈസ ചിലവാക്കുന്നതാണെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് ലോജിക്ക് അവിടെ കയറി വരും. ലോജിക്ക് വരാനുള്ള കാരണം കുറേ ഫിയർ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ് ലോജിക്ക് വരുന്നത്. ബ്രെയിനിലെ റെസിസ്റ്റൻസ് കയറി വരും, ലോജിക്ക് കയറി വരും. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പം വേണ്ട, അടുത്ത പ്രാവശ്യം ആകട്ടെ, 6 മന്ത് കഴിയട്ടെ, 1 ഇയർ കഴിയട്ടെ, 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അന്നൊരു ഡിസിഷൻ എടുത്തെങ്കിൽ 5 വർഷം എത്തുമ്പോൾ നമ്മൾ ന്യൂ ഐഡന്റിറ്റിയിൽ, ന്യൂ പ്രോസ്പെരിറ്റിയിൽ, ന്യൂ അബൻഡൻസ് നമ്മൾ ജീവിച്ചത്. പക്ഷെ നമ്മൾ ഡിസിഷൻ എടുക്കില്ല. റിച്വൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതിപ്പോൾ എടുക്കേണ്ട ഡിസിഷനാണ്, ദിസ് ഈസ് ദ റൈറ്റ് ടൈം, അല്ലെങ്കിൽ സമയം കഴിഞ്ഞുപോയി എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും റിച്വലിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ. അതുപോലെ തന്നെ കോൺഫിഡൻസും ലീഡർഷിപ്പ് എബിലിറ്റിയും കൂടും, കാംനെസ് കൂടും. മണി റിലേഷൻഷിപ്പ് ഭയങ്കര, കാരണം ഒരു ഇമ്പൾസീവ് ചോയ്സ് നമ്മൾ എടുക്കും. ചില സമയങ്ങളിൽ അൺവാണ്ടഡ് കാര്യങ്ങൾക്ക് മണി സ്പെൻഡ് ചെയ്യും. അവിടെ റിച്വൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്റേണലി നമ്മൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാകുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കും. ആ ഡിസിഷൻ പവർ കൂടുമ്പോൾ ഇത് വേണോ,
പിന്നെ ഇത് വേണ്ട. ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഒന്നുകൂടെ ചിന്തിക്കും, ഇത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് നമ്മൾ എടുക്കാം. ഇപ്പം മണി എക്സ്ട്രാ വെച്ചിട്ട് ഒരുപാട് മണി സ്പെൻഡ് ചെയ്യുന്നവരുടെ കാര്യമാണ്. മണി സ്പെൻഡ് ചെയ്യാത്ത ആൾക്കാർക്കും ആവശ്യത്തിന് ഇത് ആവശ്യബോധമുണ്ടെന്നുള്ള ഡിസിഷനിലേക്ക് നമ്മൾ എത്തിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സൂപ്പർബാകും. റിച്വൽസ് ചെയ്യുന്ന ആൾക്കാരുടെ റിലേഷൻഷിപ്പ് നല്ല ബ്യൂട്ടിഫുൾ ആകും. സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ്, അതായത് പ്രസൻസും, നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഫുൾ പ്രസൻസ് കൊടുക്കാൻ പറ്റും. ബൗണ്ടറി സെയിം ടൈം നമുക്ക് ബൗണ്ടറി കീപ്പ് ചെയ്യാനും പറ്റും. ഇത്രയുമാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞ 5 പവർഫുൾ റിച്വൽ പറയാം. അതിലേക്ക് പോകാം. ആ റിച്വലിലേക്ക് പോകാൻ പോവുകയാണ്. റെഡി? റിലാക്സ് യുവർ സെൽഫ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. Close your eyes for just a second. Take a deep breath in and breathe out. Align yourself with strong, powerful, confident mind. I am powerful. I am strong. I am confident. I am peaceful. Relax. Release all the tightness, all the stress. Once again, take a deep breath in. ശ്വാസത്തിലൂടെ എൻറ്റയർ യൂണിവേഴ്സിൻ്റെ എനർജി ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ സ്ട്രെസ്സും, ആങ്സൈറ്റിയും, ഡൗട്ടും, കൺഫ്യൂഷനും എല്ലാം പുറത്തേക്ക് പോട്ടെ. നോസ്ട്രൽ, മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക 3 times. മൗത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ലോങ് ബ്രീത്ത് ഇൻ. റിലീസ് എവറിത്തിങ്. ബ്രീത്തിങ് ഉള്ളിലേക്ക് ബ്രീത്ത് എടുക്കുമ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ നല്ല എനർജി, പോസിറ്റീവ് എനർജി, സന്തോഷം, സ്നേഹം, ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിലേക്ക് എടുത്തു. കൺഫ്യൂഷൻ, ഡൗട്ട്, സ്ട്രെസ് എല്ലാം റിലീസ് ചെയ്യുന്നു 3 times. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഓക്കെ, നമുക്ക് ഇനി റിച്വൽസ്, നോൺ നെഗോഷ്യബിൾ റിച്വൽ ഫോർ നോൺ നെഗോഷ്യബിൾ ഫ്യൂച്ചർ. ഫസ്റ്റ് റിച്വൽ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ലോക്കിംഗ് റിച്വൽ. എൻ്റെ പേരാണ് ഐഡന്റിറ്റി ലോക്കിംഗ് റിച്വൽ. അതായത് നമ്മൾ ഒരു സെൽഫ് ലൂപ്പിൽ നിന്നും, അതായത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഓൾഡ് സെൽഫ് ലൂപ്പിൽ നിന്നും മെല്ലെ പുറത്തേക്ക് പോയി എന്നേക്കുമായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു അതായത് ഒരു പുതിയ 2026 പുതിയ ഐഡന്റിറ്റിയിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, പുതിയൊരു വ്യക്തിയായി മാറാൻ പറ്റുന്ന ഒരു റിച്വലാണ് പറയാൻ പോകുന്നത്. സാധാരണ ആളുകൾ എല്ലാവരും ഗോള് വിഷ്വലൈസ് ചെയ്യും അല്ലേ? ഗോളാണ് വിഷ്വലൈസ് ചെയ്യുന്നത്, ആ ഗോളിലേക്ക് റീച്ച് ചെയ്യുക. ഈ ഒരു റിച്വൽ ന്യൂ ഐഡന്റിറ്റിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ത്രൂ ഫിസിക്കൽ ആൻഡ് വെർബൽ ആങ്കറിങ്. ഫിസിക്കൽ ആൻഡ് വെർബൽ ആങ്കറിങ്ങിൽ ഒരു പുതിയ ഐഡന്റിറ്റി കൊണ്ടുവരാനുള്ള ഒരു റിച്വലാണ് ഞാൻ പറയാൻ പോവാണ്. നിങ്ങൾ ചെയ്യാനുള്ളത് 1, സ്റ്റാൻഡ് ബെയർ ഫുട്ട്. ഈ റിച്വൽ ചെയ്യുമ്പം ചെരുപ്പിടാതെ നിൽക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, പ്ലേസ് one hand in your heart. വലത് കൈ ഹൃദയത്തിൻ്റെ പാർട്ട്, ഇടത് കൈ ലോവർ അബ്ഡമൻ. ഇവിടെ ഒരു ഹാർട്ടിലൊരു ബ്രെയിൻ ഉണ്ട്, ഗട്ട് ബ്രെയിൻ ഉണ്ട്. അതാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗട്ട് ബ്രെയിൻ, വിൽ പവർ ആൻഡ് ഇമോഷൻ. അതിനുശേഷം നിങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഒരു പുതിയൊരു, ഇതുവരെ സ്ട്രഗിൾ ചെയ്തൊരു വേർഷനെ നിങ്ങൾ വിട്ടിട്ടൊരു പുതിയ വേർഷനെ കൊണ്ടുവരാൻ പോകുന്നതാണ്. അതായത് in 2026 I am the kind of person, ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാകണം എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാം. 2026 ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അത് പറയണം. അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന വാക്ക്, ഞാൻ എന്നോട് പറയുന്ന വേർഡ്സ് ഞാൻ പ്രോമിസ് ഫുൾഫിൽ ചെയ്യും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാത്ത, സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ക്വിറ്റ് ചെയ്യും. അതും കൂടെ വേണമെങ്കിൽ ചേർത്ത് പറയാം.
അതായത് ഞാൻ എനിക്ക് കൊടുക്കുന്ന പ്രോമിസ് ഞാൻ പാലിക്കും, എനിക്ക് വേണ്ടാത്തത് ഞാൻ ഉപേക്ഷിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ ചൂസ് ചെയ്യുന്ന കാംനെസ് ആണ്. ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഞാൻ റിയാക്ട് ചെയ്യത്തില്ല. ഇന്ന് തൊട്ട് ഞാൻ റിയാക്ഷൻ നിർത്തി, റെസ്പോൺസ് ആണ്. 2026 ഞാൻ പുതിയൊരു പേഴ്സൺ ആണ്, ആ വ്യക്തി ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന എടുത്തോളൂ. ഞാൻ എക്സാമ്പിൾ പറയേണ്ട നിങ്ങൾ ചെയ്യാനാണ്, പക്ഷേ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. എഗെയിൻ 2026 ഞാൻ എൻ്റെ ലൈഫിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എടുക്കും. എൻ്റെ എനർജിയുടെ, എൻ്റെ ചോയ്സിൻ്റെ, എൻ്റെ റിസൾട്ടിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. 2026 എൻ്റെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ എടുക്കും, എൻ്റെ എനർജിയുടെ, ചോയ്സിൻ്റെ, എൻ്റെ റിസൾട്ടിൻ്റെ. 2026 ഞാനൊരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള, ഒരു എക്സ്റ്റേണൽ വാലിഡേഷനും സീക്ക് ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഏതെങ്കിലും ഒരു സാധനം എടുക്കുക, ചെരുപ്പിടാതെ വലത് കൈ ഇവിടെ ഇടത് കൈ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഉറക്കെ പറയണം. ഈ സാധനം ഉറക്കെ 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 പറയണം. ഈ ഉറക്കെ പറയുന്നത്, ഇത് ആക്ച്വലി ഇതൊരു കോൺട്രാക്റ്റ് ആണ്. നമ്മൾ ഉറക്കെ പറയുമ്പോൾ നമ്മുടെ തന്നെ ഈ റിപ്പറ്റേഷൻ, നമ്മുടെ വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് ഇതിലൂടെ നമ്മുടെ ഉള്ളിൽ പോകും. ഇതൊരു ഗോളല്ല, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതൊരു ഐഡന്റിറ്റി കോൺട്രാക്റ്റ് ആണ്. ഇത് നമ്മുടെ ബോഡി എഗ്രി ചെയ്യുമ്പോഴാണ് ഇത് ഓക്കെ ആകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു ഈ ടച്ച്, ബോഡിയിൽ ടച്ച് ചെയ്ത് നമ്മൾ ഫീൽ ചെയ്തിട്ടാണ് ഈ സംഭവം പറയേണ്ടുന്നത്. ക്ലിയർ? ഈ ഒരു റിച്വൽ നിങ്ങൾ ഓക്കെ ആയോ? നിങ്ങൾ എന്താണ് മാറ്റം വരുത്താൻ പോകുന്നത്, അത് വലത് കൈ നെഞ്ചിൽ ഇടത് കൈ വയറിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് ഉറക്കെ പറയും. ഉറക്കെ രാവിലെയും വൈകുന്നേരം ചെയ്യുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര പവർഫുള്ളാണ്. കാരണം നമ്മൾ ഇതിനകത്ത് ഓട്ടോ സജഷൻ കൊടുക്കുന്നു, നമ്മൾ ബോഡി മൈൻഡ് കണക്ഷൻ കൊടുക്കുന്നു, ആ കൊഹറൻസിലേക്ക് നമ്മൾ വരുന്നു. നമ്മൾ ഉറക്കെ പറയുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് റിലാക്സേഷൻ കിട്ടുന്നു. ജസ്റ്റ് അതിന് മുൻപ് ഒരു 2-3 വട്ടം ഒന്ന് ബ്രെയിൻ ബോഡി അവെയർ ആകുക, ഒരു പവർഫുൾ റിലാക്സേഷൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരിക. ഒന്ന് ഓടി വന്നിട്ട് ഇങ്ങനെ നിന്നങ്ങ് ചെയ്യരുത്, ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യണം. കാരണം ഒരു പ്രിപ്പറേഷൻ, റിച്വൽസിൽ എപ്പോഴും ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, ഒരു ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ ടൈം എടുക്കണം. എന്നിട്ടാണ് ഈ സാധനം ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ? രണ്ടാമത്തെ റിച്വൽ പറയട്ടെ. യെസ്, ഇത് എത്ര പ്രാവശ്യം പറയണം? ഒരു റിച്വൽ എത്ര പ്രാവശ്യം പറയണം? ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 3 times പറയാം. ഓക്കെ രാവിലെ ഓക്കെ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് പറയാം, ഈവനിങ്ങും പറയാം. ദ മോർ യു ഡു, ദ മോർ അലൈൻഡ് ബി വിത്ത്. നമ്മൾ പെട്ടെന്ന് നമ്മളൊരു വ്യക്തിയെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യും ഈ റിച്വൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ. അടുത്തത് രണ്ടാമത്തത്, നമ്മൾ ഇത് ഈ ഒരു റിച്വല് നമ്മുടെ ഫ്യൂച്ചർ സക്സസ്സിനെ, അതായത് നമ്മുടെ ഫ്യൂച്ചർ സക്സസ്സിനെ ഒരു മെമ്മറി ആക്കുകയാണ്. അതായത് ഫ്യൂച്ചർ സക്സസ്സിനെ ബ്രെയിനിനെ ഇതൊരു മെമ്മറി ആക്കി ട്രീറ്റ് ചെയ്യും. കാരണം ബ്രെയിന് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒന്നും അറിയാം, ടൈമില്ല. അപ്പം അവിടെ ഒരു മെമ്മറി ആയിട്ട് എത്തുമ്പോഴേ അവിടെ സംഭവം ഓക്കെ. ഒരു മെമ്മറി അവിടുത്തെ ഒരു ബ്രെയിനകത്ത് ഒരു റൂം ഉണ്ടാക്കി ആ റൂമിനകത്ത് നമ്മൾ ഈ സാധനം ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈസ് ദെയർ. അങ്ങനെ വരുമ്പോൾ അതൊരു മെമ്മറി ആയി കഴിയും. അങ്ങനെ മെമ്മറി ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് എത്താം. ഇതൊരു വിഷല്ല, ബ്രെയിനിലേക്ക് ഒരു ഫ്യൂച്ചർ സക്സസിന് ബ്രെയിൻ എന്ത് ചെയ്യുന്നറിയാവോ? ബ്രെയിനെ ട്രെയിൻ ചെയ്യുകയാണ്. ഈ ഫ്യൂച്ചർ സക്സസിനെ ഒരു മെമ്മറി ആക്കി മാറ്റാനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്ന ഒരു റിച്വലാണിത്. ഇതൊരു വിഷല്ല. അതായത് ബ്രെയിൻ എപ്പോഴും ഹാർഡർ, അതായത് നമ്മുടെ മെമ്മറീസിനെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനേക്കാളും മെമ്മറി പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതൊരു ട്രാക്കിംഗ് ആണ്, ബ്രെയിനെ ട്രാക്ക് ചെയ്ത് ബൈപ്പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണേ. ഗോൾ അച്ചീവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ബ്രെയിന് റെസിസ്റ്റൻസ് വരും. പക്ഷേ ഇതിനൊരു ബ്രെയിൻ എപ്പോഴും ഇഷ്ടം മെമ്മറിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം പോലും നമ്മൾ മറക്കുന്നില്ല, 9ൽ വന്നൊരു കാര്യം മറക്കുന്നില്ല, ഫസ്റ്റ് തേപ്പ് കിട്ടിയത് മറക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്കിട്ട് പണിയൊന്നും നമ്മൾ മറക്കുന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഫിനാൻഷ്യലി കണക്ക് പറഞ്ഞത് മരിക്കുന്നവരെ നമ്മൾ മറക്കത്തില്ല, കണക്ക് പറഞ്ഞല്ലേ ആഹാ. അല്ലെങ്കിൽ വേറൊരാൾ നമ്മളെക്കുറിച്ച് നിന്നെ കൊണ്ട് അത് പറ്റുന്ന കാര്യം നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞ് നമ്മൾ മറക്കുക. കാരണം മെമ്മറി മാത്രമാണ് ബ്രെയിനിൽ ഏറ്റവും സേവ് ചെയ്ത് വെച്ചാൽ നമ്മൾ മറക്കൂല. ഗോള് റെസിസ്റ്റൻസ് വരും, മറന്നു പോകും, കംഫർട്ടബിൾ അല്ല ബ്രെയിനിന്.
അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നത്. ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിൻ ചെയ്ത് പറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഇതിങ്ങനെയാണ്. കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ചിട്ട് ഇമാജിൻ എ മൊമെന്റ് ഇൻ ഡിസംബർ 2026 വേർ സമ്മൺ താങ്ക്സ് യു. 2026 ഡിസംബറിൽ നിങ്ങളെ ആരോ, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എടുക്കാം, നിങ്ങളോട് നന്ദി പറയാണ്. ഹിയർ ദാറ്റ് എക്സാക്ട് വേർഡ്സ്. നിങ്ങൾ കോച്ചിങ് കൊടുത്ത ആളാകാം, അവരെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്ത ആളാകാം, ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് കൊടുത്ത ആളാകാം, നിങ്ങൾ പുതിയൊരു ലൈഫ് കൊടുത്ത ആളാകാം, നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു ഹോപ്പ് കൊടുത്ത ആൾ ആരും ആവട്ടെ, അവരുടെ എക്സാക്ട് വേർഡ് കേൾക്കണേ. അവർ പറയുന്നത് എന്തൊക്കെയായിരിക്കും, അവരുടെ നമ്മളുടെ ബോഡി പോസ്ചർ ആ മൊമെന്റിൽ എങ്ങനെ ആയിരുന്നു എന്ന് ഫീൽ ചെയ്യണം. അത് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുന്നു, നമ്മുടെ ഓരോ ഫീലിംഗ് ഉണ്ട്, നമ്മുടെ ഗൂസ് ബംസ് വന്നോ, നമ്മുടെ കണ്ണുകൾ എങ്ങനെ സന്തോഷം കൊണ്ട് നിറഞ്ഞോ, നമ്മളെ ഹൃദയം സന്തോഷം കൊണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും അത് കേട്ടത് പറഞ്ഞുമായിട്ട് നമ്മൾ വിതിമ്പിയോ, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി ഭയങ്കര ടോപ്പ് ഓഫ് ദ വേൾഡ് ആയോ, ആ ഒരു ഇമോഷൻ ബോഡിയിലേക്ക് കൊണ്ടുവരണം. ദെൻ നമ്മൾ നമ്മളോട് തന്നെ പറയണം, ദിസ് ഈസ് നോട്ട് ഇമാജിനേഷൻ, ദിസ് ഈസ് പ്രിപ്പറേഷൻ. ദിസ് ഈസ് നോട്ട് ഇമാജിനേഷൻ, ദിസ് ഈസ് പ്രിപ്പറേഷൻ. അതിനുശേഷം നിങ്ങൾക്ക് തോന്നിയ ഫീലിംഗ് 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ആ ഒരു ഔട്ട്കം 1 വേർഡിൽ എന്താണ് നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ നിങ്ങൾ പെട്ടെന്ന് ബുക്കിൽ എഴുതണം. ഈ റിച്വൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇതെന്താന്ന് വെച്ചാൽ ഇത് റെസിസ്റ്റൻസിനെ ബൈപ്പാസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രെയിനെ പറ്റിക്കുന്ന ഏർപ്പാടാണെന്ന്. സബ് കോൺഷ്യസ് മൈൻഡിനെ സേഫ്റ്റി പാറ്റേണിലേക്ക് റിവയർ ചെയ്യും. എക്സ്പെക്റ്റേഷൻ നമ്മൾ അതിന് ട്രെയിനിങ് കൊടുക്കും. ഹോപ്പല്ല, എക്സ്പെക്റ്റേഷന് ട്രെയിനിങ് കൊടുക്കും. ദിസ് ഈസ് സംതിങ് വെരി പവർഫുൾ. ഭയങ്കര സയന്റിഫിക് സാധനം, പ്രൂവൺ സാധനമാണ്. ക്ലിയർ? മാം, ഇത് യെസ്, ഓൾറെഡി എനിക്ക് ഇന്നലെ കിട്ടിക്കഴിഞ്ഞു മാം. അതുകൊണ്ട് എനിക്ക് അത് മാത്രം ഓർത്താൽ മതിയായിരുന്നു. സൂപ്പർ, താങ്ക് ആ യു. കിട്ടിയ ആ ഒരു മൊമെന്റ് എനിക്ക് ഒന്നും ഇന്നലെ എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ട് എൻ്റെ ഒരു ക്ലയന്റ് അവരുടെ ചേഞ്ച് എന്നോട് പറഞ്ഞു. അപ്പം അത് എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ നിന്നപ്പോഴാണ് അവരെന്നെ വിളിച്ചത്. മെനഞ്ഞാന്ന് എടുത്ത ഒരു ക്ലാസ്സിൽ ഇന്നലെ അവർക്കുണ്ടായ ഒരു മാറ്റം. അപ്പൊ അത് എൻ്റെ അമ്മയെ കൂടെ ഒക്കെ ഞാൻ കേൾപ്പിച്ച സമയത്ത് അമ്മയ്ക്ക് ഉണ്ടായ ഒരു സന്തോഷം, അത് കേട്ടപ്പോ എനിക്കുണ്ടായ സന്തോഷം, അതെല്ലാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പോ അത് ഓർത്താൽ മതിയായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സൂപ്പർ. ഓക്കെ, സോ ഇനി 3ാമത്തെ റിച്വലിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഈ 3 റിച്വൽ കൊണ്ട് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കേണ്ടി വരും. കാരണം ഇനി ഒരു 6 മിനിറ്റേ ഉള്ളൂ. 3ൽ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി വേറൊരു അവസരത്തിൽ ബാക്കി പറയാം. 3ാമത്തത് ഇമോഷണൽ ഡെപ്റ്റ് റിലീസ് ആണ് 3ാമത്തെ റിച്വൽ. ഇത് സൂപ്പർ റിച്വലാണ്. അതായത് ഈ 2026 നിങ്ങൾ പോകുമ്പം അൺപെയ്ഡ് ഇമോഷണൽ ബിൽസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്തേക്കണം. അതെല്ലാം നിർത്തിയേക്കണം. ഇതുവരെ പേയ്മെൻറ്റ് കൊടുക്കാത്ത ഇമോഷണൽ ബിൽസ് അതൊന്നും 2026 കൊണ്ടുപോകരുത്. അൺറിലീസ്ഡ് ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ എനർജിക്ക് നമ്മൾ കൊടുക്കുന്നൊരു പേയ്മെൻറ്റ് പോലെയാവും, അതിനൊരു ഇൻട്രസ്റ്റ് കൊടുക്കൽ പോലെയാവും. കാരണം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമുക്ക് ബാങ്കിൽ നമുക്കൊരു ലോണുണ്ട്, നമ്മൾ അടച്ചു തീർക്കാത്ത ലോണിന് എന്താ പറ്റുക, ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ മാസവും ഇൻട്രസ്റ്റ് പോലും അടയ്ക്കുന്നില്ല, കൂടിക്കൊണ്ടിരുന്ന് അതിൻ്റെ എമൗണ്ടിന് എന്താണ് ഇനിഷ്യൽ എമൗണ്ട് എന്ന് പറയുന്ന പേര്, അത് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഓരോ 3 months 6 months കൂടുമ്പോൾ ബാങ്കിൻ്റെ ഒരു ക്രുവൽറ്റി അനുസരിച്ച് ഇത് കൂടി അവസാനം കൊളാറ്ററൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രോപ്പർട്ടിയോ വീടോ ഒക്കെ ആണെങ്കിൽ അത് പോകാൻ റീസൺ ആവും. ഇൻട്രസ്റ്റ് കൂടിയാണ്. ഇമോഷണൽ ഡെപ്റ്റ് അത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓരോ വർഷവും ഇൻട്രസ്റ്റ് കൂടും. 30-35 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു 6 വയസ്സ് തൊട്ടുള്ള ഇമോഷണൽ ഡെപ്റ്റ് നമ്മൾ എടുക്കാം. ഇത് ഈ ബാങ്കിന്റെ അക്കൗണ്ടിലെ പലിശ പോലെ നിങ്ങളൊന്ന് കൂട്ടി അതിനേക്കാൾ 100x മൾട്ടിപ്പിൾ ടൈമാണ് ഇമോഷണൽ ഡെപ്റ്റ് പെരുകുന്നത്. ഇൻട്രസ്റ്റ് കൂടി നമുക്ക് എത്രമാത്രം ഇമോഷണൽ ഡെപ്റ്റ് ഉണ്ടാവും. നമുക്ക് പോലും താങ്ങാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്. നമുക്ക് എടുത്തു പൊക്കാൻ പറ്റാത്ത ഭാരം കൊണ്ട് നടക്കുന്നവരുണ്ട്.
എടുത്ത് അതുകൊണ്ടാണ് ഈ പോകുന്നിടത്തൊക്കെ നമ്മൾ ടൂർ പോയാലും നമ്മൾ ഈ സാധനം കൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ പോകുന്ന സ്വിറ്റ്സർലൻഡിലായിരിക്കും, പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന സാധനം എന്താണ്? ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഈ ടൂർ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റുമോ? ഇല്ല. ഗെറ്റ് ടുഗദറിന് പോവും, 2 ആഴ്ചയിൽ നമ്മൾ കുറേ കാലമായിട്ട് പുറത്തേക്കൊക്കെ പോയിട്ട് ഗെറ്റ് ടുഗദർ പോകുന്ന ഒരു റിവർ, ഒരു റിസോർട്ടിലാണെന്ന് വിചാരിക്കാം. ബ്യൂട്ടിഫുൾ ഈവനിങ്, ബ്യൂട്ടിഫുൾ മോർണിംഗ്, ബ്യൂട്ടിഫുൾ ഗാർഡൻ, ആംബിയൻസ്, ഡെലീഷ്യസ് ഫുഡ് എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തില്ല. അത്രയും ഓപ്പണായിട്ട് ആസ്വദിക്കാം. കാരണം ഉള്ളിൽ കിടക്കുന്ന ഇവരൊക്കെ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ തുടങ്ങും. ഇവരെയും വഹിച്ചുകൊണ്ടല്ലേ പോകുന്നത്. 2026 ഇവരാരും നമുക്ക് വേണ്ട. ഒരു തീരുമാനം അങ്ങ് എടുക്കണം. ഈ പലിശ ഒറ്റയടിക്ക് ഞാൻ അടച്ച് ക്ലോസ് ചെയ്ത് ആ സംഭവം, ഞാൻ കൊളാക്ടർ കൊടുത്ത സാധനം ഞാൻ തിരിച്ചു മേടിക്കുകയാണ്. കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്യണം. ഇനി ആ ഇടപാടെ ഞാൻ വെക്കുന്നില്ല എന്നൊരു തീരുമാനം നിങ്ങൾ അങ്ങ് എടുക്കണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് 3 ലൈൻ, ഓൺലി 3 ലൈൻ. ഒന്ന്, ഐ ആം നോ ലോങ്ങർ അവൈലബിൾ ഫോർ ദ ഇമോഷണൽ കോസ്റ്റ് ഓഫ് ഡാഷ്. അപ്പോൾ ഇമോഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം പലതരത്തിലുള്ള ഇപ്പം ഇമോഷണൽ ലൂപ്സ് ഉണ്ടാകാം, മണിയുമായിട്ട് ചേർന്നിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം, നമുക്ക് പലതരത്തിലുള്ള ഇമോഷണൽ കോസ്റ്റ് ഉണ്ടാകാം. അപ്പോൾ ആ കോസ്റ്റ്, അതായത് ഐ ആം നോ ലോങ്ങർ അവൈലബിൾ ഫോർ ദ ഇമോഷണൽ കോസ്റ്റ് ഓഫ് നീഡിങ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. പെർഫെക്ഷനിസ്റ്റിന് അങ്ങനെ പറയാം. നീഡിങ് വാലിഡേഷൻ, സീക്കിംഗ് വാലിഡേഷൻ ഫ്രം അതർ പീപ്പിൾ ഓർ മാഡം, ഐ ആം നോ ലോങ്ങർ അവൈലബിൾ ഫോർ ദ ഇമോഷണൽ കോസ്റ്റ് ഓഫ്. അതായത് നിങ്ങൾ ഇമോഷണൽ കോസ്റ്റ് ഉണ്ടാക്കുന്ന എന്തോ കാര്യങ്ങൾ നമ്മൾ എന്തിലെങ്കിലും വ്യാപൃതരായിട്ടുണ്ടെങ്കിൽ, ഇമോഷണൽ കോസ്റ്റ് ഉണ്ടാക്കുന്ന, ഇൻട്രസ്റ്റ് കൂട്ടുന്ന പഴയ കാര്യങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂട്ടുന്ന കാര്യത്തിലേക്ക് നമ്മൾ അവൈലബിൾ ആകുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇനി ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഇനി ഞാൻ ഒരിക്കലും, മലയാളം പറയാം, ഇനി ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആകണമെന്ന് വാശി പിടിക്കത്തില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എക്സാമ്പിൾ 1. ഇനി ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് വാലിഡേഷൻ പോയി ചോദിക്കത്തില്ല. ഇനി ഞാൻ ഒരിക്കലും നോ പറയേണ്ടടുത്ത് നോ പറയാതെ ഇരിക്കില്ല. ഇനി ഞാൻ ഒരിക്കലും എൻ്റെ ഫിയറിൻ്റെ, അതായത് ഒരു പാറ്റേൺ, എല്ലാ കാര്യങ്ങൾക്കും എനിക്കൊരു പേടിയുണ്ട്, ആ പേടിയിൽ എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇനി ഞാൻ ഒരിക്കലും, അതായത് പവർ, ഇനി ഞാൻ ഓൾവേസ് ഐ ചൂസ് പവർ. ഞാനൊരു സ്ട്രെങ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കും. ഈ രീതിയിൽ നമ്മൾ ഈ സംഭവത്തെ എഴുതണം. അപ്പോൾ അത് മൂന്ന് സാധനം എഴുതുന്നതാണ് നല്ലത്. കാരണം 3 സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ ഒന്നാമത്തെ ഇതാണ്. രണ്ടാമത്തെ ഒരു പാറ്റേൺ, ദിസ് പാറ്റേൺ ടോട്ട് മീ. ഈ ഒരു പാറ്റേൺ നമുക്കുള്ളൊരു പാറ്റേൺ ഫസ്റ്റാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഞാൻ ഈ ഐ ആം നോ ലോങ്ങർ അവൈലബിൾ ഫോർ ദ ഇമോഷണൽ കോസ്റ്റ് ഓഫ് ദിസ്, അതായത് എനിക്ക് ഇമോഷണൽ കോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. അപ്പം ഞാൻ ചെയ്യുന്ന 1-2 കാര്യം എടുത്ത് അവിടെ എഴുതിയാൽ നന്നായിരിക്കും. നമ്മൾ അവെയർ ആവും. രണ്ടാമത്തെ സെൻറ്റൻസ് ഇതാണ്, ദ പാറ്റേൺ ടോട്ട് മീ. അപ്പം നമ്മുടെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കണം. ഇത്രയും കാലം ചില സമയത്ത് അൺവാണ്ടഡ് ആയിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നത്, അതെനിക്കൊരു പാറ്റേൺ ഉണ്ട്, ഞാൻ അങ്ങനെയാണ് തിരിഞ്ഞു നോക്കി. അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിന് ഒരു പാറ്റേൺ ഉണ്ട്. എല്ലാം വരുന്നവരൊക്കെ എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, എന്നെ ചൂസ് ചെയ്യുന്നു, എന്നെ എന്താ പറയേണ്ടത്, എന്നെ യൂസ് ചെയ്യുന്നു. അതൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ, ഈ ഒരു പാറ്റേൺ എന്നെ പഠിപ്പിച്ചത് ഞാൻ ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം. ഇതാണ് ഒരു എക്സാമ്പിൾ. ഒരു പാറ്റേൺ, അത് എന്തിനും നിങ്ങൾക്ക് എടുക്കാം. റിലേഷൻഷിപ്പിൽ, മണിയിൽ, അല്ലെങ്കിൽ പിന്നെ കരിയറിൽ, ഏതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്ന റോങ് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പാറ്റേൺ നിങ്ങളെ പഠിപ്പിച്ചത്. മൂന്നാമത്തത്, ഐ ചൂസ് പവർ ഓവർ റെപ്പറ്റീഷൻ. റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ പവറിലേക്ക് എത്തുന്നു. അത് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇത് ഇത്രയും എഴുതിയിട്ട് I choose power over റെപ്പറ്റീഷൻ, റിപ്പീറ്റ് ചെയ്ത് ഞാൻ പവറിലേക്ക് എത്തുന്നു. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇത് ഫുള്ളി 3 സെന്റൻസ് എഴുതുക. എന്നിട്ട് ആ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഒരു പ്രാവശ്യം കീറുക. ഒരുപാട് ഒറ്റ പ്രാവശ്യം കീറാവോ. കീറി വെച്ചിട്ട് കൈ ഇവിടെ വെക്കുക. എന്നിട്ട് എക്സേൽ ചെയ്യുക, ഇൻഹേൽ ചെയ്യുക, എക്സേൽ, ഇൻഹേൽ. എന്നിട്ട് നമ്മൾ പറയണ ആ ഇമോഷണൽ ലൂപ്പ് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഞാൻ ക്ലാരിറ്റി, കോൺഫിഡൻസ്, മണി, അബൻഡൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു.
ഐ ജസ്റ്റ് ഫോർഗീവ് മൈസെൽഫ്. ഈ ഒരു 3 സെൻറ്റൻസ് പറയാം. ഈ ഇമോഷണൽ ഡെപ്റ്റ് റിലീസ് എന്ന് പറയുന്നത്, നമുക്ക് എക്സാമ്പിൾ പറഞ്ഞ ബൗണ്ടറി ഞാൻ പറയാം. ഞാൻ ഒന്നുകൂടെ ആ ഒരു ഫസ്റ്റ് ഈ 4ൻ്റെയും ഒരു എക്സ്പ്ലനേഷൻ കൂടെ ഒന്ന് തരാം. അതായത് നമ്മൾ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നമ്മൾ എല്ലായിടത്തും അവൈലബിൾ ആകും. അതിന് നമ്മൾക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നോ പറയേണ്ടത് നോ പറയും എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഇമോഷണൽ കോസ്റ്റ്. അതിലേക്ക് നമ്മളെ ഞാൻ ഇനി അവൈലബിൾ അല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത്. ഈ സെൽഫ് ഡൗട്ടിൻ്റെ എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഞാൻ സെൽഫ് ഡൗട്ട് എടുക്കുന്ന ഒരാളാണ്. ശരിയാവോ? അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് വിളിച്ചു ചോദിക്കുന്നത്. ഇനി ഞാൻ മറ്റുള്ളവർക്ക് വിളിച്ചു ചോദിക്കില്ല, ഞാൻ തീരുമാനം എടുക്കും. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതോറിറ്റിയാണ്. പീപ്പിൾ പ്ലീസിങ്. ചില ആൾക്കാരുണ്ട്, ആ റിലേഷൻഷിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, കോൺഫിഡൻസ് കുറവുള്ളവരാണ്, സെൽഫ് വർത്ത് കുറവുള്ളവരാണ്. പീപ്പിൾ പ്ലീസറിന് ഒരിക്കലും അബൻഡൻസിലേക്ക് പോകാൻ പറ്റത്തില്ല. നോ, ശക്തമായ നോ പറയുന്ന അതോറിറ്റി എന്നാണ്. അതോറിറ്റി എന്ന് പറയാൻ കഴിയണം. ഞാൻ ഇനി ആരെയും പ്ലീസ് ചെയ്യത്തില്ല. ഇങ്ങനെ നമ്മൾ ഓരോ സാധനവും പതുക്കെ എടുത്ത് ഈ 3 സംഭവം, ഐ ആം നോ ലോങ്ങർ അവൈലബിൾ ടു ദാറ്റ് ഇമോഷണൽ കോസ്റ്റ്. 2, ഈ പാറ്റേൺ എന്നെ പഠിപ്പിച്ചെന്താണ് എന്ന് എഴുതുക, ഒരു അവയർനെസ്. 3, ഐ പവർ ഓവർ റെപ്പിറ്റേഷൻ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മോർ പവറിലേക്ക് റീച്ച് ചെയ്യും എന്ന് പറയുന്നു. ഇത് നമ്മൾ നമ്മൾ പുതിയ പവറിലേക്ക്, ഞാനിപ്പോൾ ഈ 3 റിച്വൽ എനിക്ക് നിർത്തേണ്ടി വരുന്നു, കാരണം കുറച്ച് നമ്മുടെ ടൈം കഴിഞ്ഞു പോയതുകൊണ്ടാണ്. അതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ 2025 പാറ്റേൺ കൊണ്ടുപോയാൽ 2026 അത് ഇമോഷണൽ കോസ്റ്റ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ. ഇതുവരെയുള്ള എല്ലാ പാറ്റേണും നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് സെൽഫായിട്ട് പാറ്റേൺ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഡു ദാറ്റ്. തീർച്ചയായിട്ടും വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാവോ. ഇനി ബ്രേക്ക് ദ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്രേക്ക് ഓൾഡ് പാറ്റേൺ, BOP എന്ന് പറഞ്ഞിട്ടൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ചലഞ്ചിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇതിനോടുള്ള ഇപ്പോൾ ഒരു നമ്പർ ഗ്രൂപ്പിലേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ രേഷ്മ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ ലിങ്കിലോ അല്ലെങ്കിൽ ആ നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. അതൊരു 7 days ചലഞ്ചാണെങ്കിലും അത് 1 month കണ്ടിന്യൂ ചെയ്യണം. 3 steps ആണ് വരുന്നത്. ഫസ്റ്റ് 7 days എഗെയിൻ നമ്മൾ ചലഞ്ചസ്, അടുത്ത 7 days, ദെൻ അഗെയിൻ 7 days. അപ്പം 21 days മോർ ദാൻ ദാറ്റ് നമ്മൾ വെച്ചിട്ടാണ് ഈ ചലഞ്ച് പാറ്റേൺ നമ്മൾ എടുക്കുന്നത്. അവിടുത്തെ ബ്യൂട്ടിഫുൾ അക്കൗണ്ടബിലിറ്റി പാർട്ണർ സിസ്റ്റം നിങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം പാറ്റേൺ നമ്മൾ ആ പാറ്റേണിലേക്ക് പുറത്തേക്ക് പോകുക എന്ന് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റവും നമുക്കൊരാൾ നമ്മുടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഓൾഡ് പാറ്റേൺ റിമൂവ് ചെയ്ത് പോകാൻ പറ്റും. ദിസ് ഈസ് ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും, ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ രേഷ്മ ആ നമ്പർ ഇതിനകത്ത് ലിങ്ക് ആ നമ്പറിലേക്ക് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. രേഷ്മയെ കാണുന്നില്ല, രേഷ്മ ഉണ്ടോ? രേഷ്മ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറയുക, അല്ലെങ്കിൽ ലിങ്കിൽ യെസ് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ രേഷ്മ? ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഈവനിങ് ആണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓൾഡ് പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപൂർവമായ ഒരു അവസരമാണ്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സോ ആ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. സോ ജോയിൻ ആസ് ഏർലി ആസ് പോസിബിൾ. ഇന്ന് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വർഷം ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം വരിക. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു റിച്വൽ, പവർഫുൾ 3 റിച്വലേ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. ബിക്കോസ് ഓഫ് ദ എന്താ പറയുക, ആ ഇൻട്രൊഡക്ഷൻ ഹാബിറ്റും റുട്ടീനും റിച്വലും ഒക്കെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് റിച്വലിൻ്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ. ഞാൻ 5 പ്രോമിസ് ചെയ്തിരുന്നു, പക്ഷേ 3 എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇനി ഒരു ദിവസം നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. ആൻഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്. അതർവൈസ് നിങ്ങൾക്ക് ഫീഡ്ബാക്കോ വല്ലതും ഷെയർ ചെയ്യണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയ ഇൻസൈറ്റ് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഇതൊരു ലൂപ്പ് ബ്രേക്ക് ചെയ്യുന്നല്ല. മാം ഇത് റെക്കോർഡ് ഇടത്തില്ലേ മാം? ഇല്ല, ഇനിയും കേൾക്കണം തോന്നുന്നുണ്ട് മാം. പ്ലീസ് മാം യൂട്യൂബിൽ ഇട്ടാൽ മതി. ഇല്ല, റെക്കോർഡ് ഇപ്പോഴൊന്നും ഇടില്ല. ഇടും കുറച്ച് കഴിഞ്ഞിട്ട്, ചിലപ്പോൾ കുറെ കഴിഞ്ഞിട്ട് ഇടുമായിരിക്കും. ഇപ്പോഴിടില്ല.
കാരണം ഇത് നമ്മളുടെ പിന്നെ LMS ടാഗ് മാംഗോയിൽ ഇടും. അപ്പോൾ എൻ്റെ കോഴ്സ് ഏതെങ്കിലുമൊക്കെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക് യു ശരത്. മാം യെസ്. മാം എനിക്ക് പറയാനുണ്ട്, നമ്മള് നമ്മുടെ കോച്ചിങ് സെഷനിൽ റിച്വൽ സ്റ്റാർട്ട് ചെയ്തു, യെസ്. പക്ഷെ അതിന്റെ ഒരു വലിയ ക്ലാരിറ്റി ഇന്നാണ് കിട്ടിയത്, ഡിഫറൻസ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇന്ന് 4th ഡേ ആണ്, പക്ഷെ മാം ഭയങ്കര മാറ്റമാണ്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് അറിയണം. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ബിക്കോസ് ആസ് എ ഡോക്ടർ എനിക്കറിയാം എന്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആൻഡ് ഫീലിങ്സ്. 15 years ആയി ഞാൻ എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട്. ഞാൻ ഒരുപാട് കോഴ്സസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും. ബട്ട് അതിൽ നിന്ന് ഒന്നും കിട്ടാത്ത, മീൻസ് എന്റെ പ്രോബ്ലംസിൽ നിന്ന് എനിക്കൊരു വലിയ സൊല്യൂഷൻ ആണ് ഇപ്പം മാമിന്റെ 3 days കൊണ്ട് കിട്ടിയത്. അതായത് ഇറ്റ്സ് വെരി പവർഫുൾ. ശരിക്കും എല്ലാവരും ട്രൈ ചെയ്യും. താങ്ക് യു സോ മച്ച് ഡോക്ടർ രാഖി ഇത് ഷെയർ ചെയ്തതിന്. കാരണം നമ്മുടെ ലൈഫ് കോച്ചിങ് എക്സിസ്റ്റിംഗ് ബാച്ചിൽ ഞാൻ ഐഡന്റിറ്റി ഷിഫ്റ്റ് റിച്വൽസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ദേ ക്യാൻ ഫീൽ ദാറ്റ്, ദേ ക്യാൻ സെൻസ് ദാറ്റ്. അപ്പോൾ കഴിഞ്ഞ ബാച്ചിലുള്ളവർക്ക് ഇത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഉള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. അശ്വതിയുണ്ട്, ദിവ്യയുണ്ട്, കഴിഞ്ഞ ബാച്ചിലുള്ളവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ബാച്ചിലുള്ള ലൈഫ് കോച്ചിങ് എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ റെക്കോർഡിംഗ് കിട്ടും. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം. അത് രേഷ്മയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും, റെക്കോർഡിംഗ് കിട്ടും. അത് പ്രാക്ടീസ് ചെയ്യുക, കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും? സോ എനിത്തിങ് യു വോണ്ട് ടു ഷെയർ? മാം സുംഷയാണ്, വീഡിയോ ഓണാക്കാൻ പറ്റത്തില്ല. ഇത് ഈ ഡോക്ടർ രാഖി പറഞ്ഞ പോലെ എനിക്ക് ഇന്നാണ് ശരിക്കും ക്ലാരിറ്റി കിട്ടിയത്. നമ്മള് എപ്പോഴും നമ്മുടെ ലൈഫ് കോച്ചിന്റെ ആ ജേർണിയിൽ റിച്വൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഇത് ശരിക്കും നമ്മള് സൈലൻസിലിരുന്നു. നമ്മള് കുഞ്ഞിനെയും എന്നെയും ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു, അയ്യോ എനിക്കിത് പറ്റണില്ലല്ലോ. അപ്പൊ പതുക്കെ ഓരോന്ന് ഞാൻ നിർത്തി തുടങ്ങി. സെൽഫ് ബ്ലെയിമിങ് നിർത്തി തുടങ്ങി, അല്ലെ എന്റെ സാഹചര്യത്തിനെ കുറ്റം പറയുന്ന നിർത്തി തുടങ്ങി. ബുക്ക് വായിക്കാൻ കുഞ്ഞിനെ വെച്ചുകൊണ്ട് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഓഡിയോ കേട്ട് തുടങ്ങി. അപ്പൊ ഭയങ്കര മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഇതും കൂടി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു, അയ്യോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പൊ ഇത് ഈ റിച്വലും കൂടി ആഡ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് മാറ്റം വന്നു തുടങ്ങി. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല മാം. താങ്ക് യു, ഇങ്ങനെ ഒരു സെഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്. സോ മച്ച്. ഇതൊരു 2020. യെസ്. താങ്ക് യു സോ മച്ച്. എനിക്കും ക്യാമറയിൽ വരാൻ വേണ്ടി പറ്റുന്നില്ല, ഐ എം സോറി മാം. സോ താങ്ക് യു സോ മച്ച്. കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് മാം കണക്ട് ചെയ്ത് കൊണ്ടുവന്നതിന്. ഇതേമാതിരി എവിടെയൊക്കെയോ നമ്മൾ ചില സമയത്ത് ആ കൺസിസ്റ്റൻസിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പൊ അതിലേക്ക് എത്തണം എന്നുള്ളത് എത്രത്തോളം അത് നമ്മുടെ ഹയർ സെൽഫിലേക്ക്, നമ്മുടെ ഫ്യൂച്ചർ സെൽഫിലേക്ക് എത്താൻ വേണ്ടി, ഫാസ്റ്റസ്റ്റ് ആയിട്ട് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു ക്ലാരിറ്റിയും കൂടി കിട്ടി മാം. താങ്ക് യു സോ മച്ച് ലിസി മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സജിന. സജിനി ഉണ്ടോ ഇവിടെ? നമ്മുടെ ഒരു നേതാവാണ്. തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്ന ആള് ജയിച്ചിട്ടുണ്ട്. നമുക്കൊരു കൺഗ്രാജുലേഷൻസ് കൊടുക്കാൻ. സജിനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കയറിയിട്ടുണ്ടായിരുന്നു, രാവിലെ കയറുമെന്ന് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ മാം അഖിലാണ്. യെസ് അഖില. വളരെ പവർഫുൾ സെഷൻ ആയിരുന്നു മാം. അതായത് നമ്മൾ ഐഡന്റിറ്റി വിട്ടുപോകാതിരിക്കാൻ വേണ്ടി മാം കണ്ടിന്യൂസ് ആയിട്ട് തരുന്ന ഈ ഓരോ സെഷൻസും നമ്മൾ ആ ഒരു ഐഡന്റിറ്റി വിട്ടുപോകാതെ തന്നെ അതിലേക്ക് കൂടുതൽ ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇതൊന്നും നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. അത്രയും ഇതായിട്ടാണ് മാം കൊടുക്കുന്നത്. അത്രയും കോർ കോണ്ടന്റ്സ് ആണ് മാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓരോരുത്തരുടെ ലൈഫിലും അത്രത്തോളം വലിയ ഇമ്പാക്ട് തരുന്ന ക്ലാസ്സസ് ആണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അതിലേക്ക് ഞാൻ അഖില ഇപ്പൊ പറഞ്ഞത്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഞാൻ ആക്ച്വലി ഇതൊരു കോൺട്രിബ്യൂഷൻ ടു ഹ്യൂമാനിറ്റി, ഒരു ഹയർ പേർപ്പസിൽ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്ത വർഷം എല്ലാവരും എൻ്റെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്നിലേക്ക് കണക്ട് ചെയ്യുന്നവരോ ഒക്കെ വലിയ മാറ്റം ഉണ്ടാകണമെന്ന് ഡീപ്പർ വിഷൻ ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഇതൊക്കെ ഒരു ഫ്രീ സെഷനിലൂടെ അല്ലെങ്കിൽ ചലഞ്ചസിലൂടെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ചലഞ്ചസിലൂടെ ഒക്കെ ഞാൻ തരുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ 20-21 ഒരു 2 days വർക്ക്ഷോപ്പ് ഉണ്ട്.
അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് നിങ്ങളെ എൻറ്റയർ ഇൻട്രസ്റ്റും കട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് മോശപ്പെട്ട അക്കൗണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പാസ്ബുക്കൊക്കെ ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് പുതിയ ലൈഫിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി പാസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. അവിടേക്ക് യെസ്. സോറി മാം, എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ശരിക്കും ഇന്ന് എന്റെ ഒരു അച്ചീവ്മെന്റ് ഡേ ആണ്. വീഡിയോ ഓണാക്കി പറയാനുള്ള സിറ്റുവേഷൻ ഇല്ല, അതുകൊണ്ടാണ്. ശരിക്കും എന്റെ മാനിഫെസ്റ്റേഷൻ, എന്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സിന്റെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചെടുത്തുകൊണ്ട് വന്ന മുതലാണ് എന്റെ മോള്. അപ്പൊ എന്റെ കുഞ്ഞിനൊരു ബ്ലെസ്സിങ് തീർച്ചയായിട്ടും അതടുത്തുണ്ട്, കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മോൾക്ക് ഒരുപാട് സന്തോഷം വരട്ടെ. ഒത്തിരി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും എന്നും ഒരു മുതൽക്കൂട്ടാവുന്ന അഭിമാനിക്കാവുന്ന ഒരു നല്ല കുഞ്ഞായിട്ട്, ഒരു മിടുക്കി കുഞ്ഞായിട്ട്, ഒരു നല്ല ഒരു എന്താ പറയണ്ടേ സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻ മേക്കറായിട്ട്, ഒരു ഒരു ഫൈറ്ററായിട്ട്, ഒരു അച്ചീവറായിട്ട് ലൈഫിൽ ഒരുപാട് കാലം ഒരു എന്താ പറയുക 1000 സൂര്യനക്ഷത്രങ്ങളെ ചന്ദ്രന്മാരെയൊക്കെ കണ്ട് വളരാനുള്ള ഭാഗ്യം പ്രപഞ്ചം നൽകട്ടെ. ഓൾ ദ വിഷിങ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ഫ്രം എല്ലാവരുടെ സൈഡിൽ നിന്നും ബ്ലെസ്സിങ്സ് മോൾക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു ലവ് നമുക്ക് കൊച്ചിന് എല്ലാവർക്കും നമുക്കൊരു ലവ് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. സോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. നമ്മൾ ഈ കുട്ടികളുടെ ഒക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ ആ കുട്ടികളുടെ ഒരു എന്താ പറയുക എനർജിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ നമ്മളുടെ ചൈൽഡ് ഈഗോ ഉണരും കേട്ടോ. ചൈൽഡ് ഈഗോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചൈൽഡ് ഈഗോയിലേക്ക് നമുക്ക് പോകാൻ പറ്റും എപ്പോഴും. യെസ്, എനിക്കൊരു കാര്യം ഷെയർ ചെയ്യണം. രേഷ്മയാണ്. പ്ലീസ് ഒരു 2 മിനിറ്റ് ഞാനൊരു മെയിലായി പോയി. നമുക്കൊരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാനാണ്. ഞാൻ പ്ലീസ്. ഏകദേശം 4 വർഷമായി മാമിന്റെ കൂടെ ലൈഫ് കോച്ചിങ് ഹീലിംഗിനായിട്ട് വന്നു. ബാക്കി കൂടുതലായിട്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ എനിക്കുണ്ടായ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ആയിരിക്കും ഏറ്റവും വലിയ എക്സാമ്പിൾ. എനിക്ക് കുറച്ച് മുമ്പ് ഒരു മെയിൽ വന്നു, എമിറേറ്റ്സിൽ അടുത്ത മന്ത് എനിക്ക് 13-ാം തീയതി ഏൽപ്പിച്ചിട്ട് ഒരു സെഷൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഞാൻ AME ആയിരുന്നു, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പോഴൊന്നും എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു സന്തോഷം കൂടെ, ആഫ്രിക്കൻ മലയാളി അസോസിയേഷനിലും ഇതുവരെയും ഒരു 6 മാസമായിട്ട് ഞാൻ വെബിനാർ കൊടുത്തോണ്ടിരുന്നു. അവരും ഇന്നലെ രാത്രി മുതൽ സ്ഥിരമായിട്ട് എനിക്ക് എല്ലാ മാസവും 2 ദിവസം വെബിനാർ ചെയ്യേണ്ട ഇതും തന്നു. ആൻഡ് ഏറ്റവും വലിയ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഉബണ്ടു ഫ്രീ കൊടുക്കുന്ന കാര്യം എടുത്തിട്ടാണ് ഞാൻ അവിടെ കൊടുക്കാറുണ്ടായിരുന്നത്. വെരി ഹോണസ്റ്റ് ആയിട്ട് പറയണമല്ലോ. മാഡം ആ കൊടുത്ത സംഭവം അത് മറ്റുള്ളവരുടെ അടുത്ത് എത്തട്ടെ എന്ന് കരുതി കൊടുത്ത കാര്യത്തിനാണ് എനിക്കിപ്പോ ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോ ഒരുപാട് സന്തോഷം. എത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും മാഡത്തിനോട് മതിയാവില്ല. വൈ ബിക്കോസ് എന്റെ അമ്മയുടെ ഫോണിലാണ് കോൾ വന്നത്, നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി മാനേജർ. താങ്ക് യു സോ മച്ച് മാം. വേറെ ഒന്നും പറയാനില്ല. I love you, Reshma. You deserve that. Thank you so much for sharing. Really proud of you. അടിപൊളിയായിട്ട് ഒരു എമിറേറ്റ്സിലെ ഉദ്യോഗം കളഞ്ഞിട്ടാണ് ആള് നിൽക്കുന്നത്. മോർ ദാൻ 1 lakh പെർ മന്ത് ഏൺ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ പോകാൻ പറഞ്ഞാലും പോകത്തില്ല, എൻ്റെ കൂടെ തന്നെ. അതായത് ജോബ് വേണമെങ്കിൽ ആൾക്ക് ചൂസ് ചെയ്യാം, പക്ഷെ ആള് എന്നെ വിട്ടു പോലെ എൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു വൺസ് അഗെയിൻ. ഷെയർ ചെയ്തതിന് വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു. ഒരു ലവ് കൊടുക്കാം നമുക്ക് രേഷ്മയ്ക്ക്. കൺഗ്രാറ്റുലേഷൻസ് മാം, കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ് രേഷ്മ മാം. താങ്ക് യു. താങ്ക് യു വൺസ് അഗെയിൻ. എനി ഷെയറിങ്? ആർക്കെങ്കിലും എന്തെങ്കിലും കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യണമെന്നുണ്ടോ? എന്തെങ്കിലും എനി ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് 2021 പ്രോഗ്രാം ഓർ ചലഞ്ച്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ക്വറി ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക്. മാം മനസ്സ് നിറഞ്ഞു, ഒരുപാട് നിറഞ്ഞു മനസ്സ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു, ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. എന്തൊക്കെയോ തലയിൽ ഒരുമാതിരി വെളിച്ചം വീണ ഒരവസ്ഥ. എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സത്യത്തിൽ മര്യാദയ്ക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഇപ്പോഴാണ് സത്യത്തിൽ കിട്ടിയത്. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒത്തിരി താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്ന് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒത്തിരി താങ്ക് യു മാം. ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ബി. രേഖ എന്തോ പറയാൻ ശ്രമിച്ചു. മാം, എനിക്ക് ഇന്നത്തെ സെഷൻ വളരെയധികം ഇൻസൈറ്റ് തന്നൊരു സെഷനാണ് മാം. കാരണം ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഡെയിലി റിച്വൽസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കുറെ കാലങ്ങളായിട്ട്. അതെന്റെ ലൈഫിൽ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തു. പിന്നെ മാമിന്റെ ഓരോ ക്ലാസ്സുകളും ഇപ്പോ വളരെയധികം ഇൻസൈറ്റ് തരുന്ന ക്ലാസ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്.
യെസ്, റിയലി ഒരു റീബേർത്ത് ആണ് സത്യം പറഞ്ഞാല്. കാരണം എന്നെ സംബന്ധിച്ചോളം, എന്നെ അറിയുന്നവർക്കറിയാം, ഒരു റീബേർത്ത് ആണ്. അപ്പൊ അതിൻ്റെതായ ഒരുപാട് മാറ്റം ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ ഒക്കെ എനിക്കുണ്ട്. ഒരു ഇപ്പൊ കഴിഞ്ഞ കുറേ മാസങ്ങളായി ലൈഫും ഇതും ഒക്കെ ഒരു സാധന പോലെ, ഒരു റീബേർത്ത് പോലെ, അവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എല്ലാ ഏരിയയിലും വരുന്നു എന്നുള്ളത് സത്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. എൻ്റെ കൂടെ നിന്ന് ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ബൈ ബൈ. 3 കാര്യങ്ങൾ മറക്കാതെ. 2021 ദെൻ BOP, ദെൻ ഇന്നത്തെ ഇൻസ്റ്റാ ലൈഫ് 11 മണിക്ക് ചോദ്യങ്ങൾ കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. Thank you. ഇൻസ്റ്റാ താങ്ക് യു ലൈവിന്റെ മാം. താങ്ക് യു. Thank you. ഇൻസ്റ്റാ ലൈവിന്റെ താങ്ക് യു ടൈം മാം. ഒന്ന് പറയൂ താങ്ക് യു. രേഷ്മ. 10 ആണോ? 11. 11. ഇൻസ്റ്റാ ലൈവ് 11. കല്യാണ വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാമല്ലോ. ഓക്കെ, ബൈ ബൈ.